ഉച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവരെ സംഹൃതങ്ങളായി ചമയും എന്നോ നിശ്ചയമത്രയല്ലോ ആകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കെ വയും കൊള്ളാം. സുഹൃതദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തിൽ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച ഉപപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട ഒരു അവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്ര ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവ വാഷ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പല പ്രകാരേണയുണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും അതിഭൗതികങ്ങളായും അതിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവരെ ദൂരത്തുങ്കൽ കളഞ്ഞ് ഇഹലോകത്തുങ്കൽ സൗഖ്യത്തെയും പരലോകത്തുങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷ ഇവിടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? വാസുദേവൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര് വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ണികുലാലങ്കാരഭൂതനായി വസുദേവപുത്രനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിവടിയെപ്പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറെ. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായ അർജുനൻ സുഭദ്രാ നിമിത്തമായ കാമം ഹേതുവായിട്ട്
സന്യാസവേഷത്തെ അവലംബിച്ച് ദൈവപർവതത്വങ്ങൾ വർത്തിക്കുന്ന അവസരത്വങ്ങൾ ഒരു ദിവസം ബലരാമൻ തുടങ്ങിയതുള്ള യാദവന്മാര് ദൈവപർവതത്വങ്ങൾ വന്ന് ഓരോന്ന് കണ്ടും കൊണ്ട് സഞ്ചരിക്കുന്ന അവസരത്വങ്ങൾ സന്യാസവേഷധാരിയായിട്ടുള്ള അർജുനനെ കണ്ട് മഹാനായിട്ടുള്ള സന്യാസിയാണ് എന്നീ വണ്ണം തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിനെ വന്ദിച്ച് ഓരോരോ കുശലങ്ങളെയും ദേശവൃത്താന്തങ്ങളെയും കുറിച്ച് പറഞ്ഞും കൊണ്ടിരിക്കുന്ന അവസരത്വങ്ങൾ ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയവിടെ വന്ന് സന്യാസിയെ വന്ദിച്ച് വർത്തിക്കുന്ന സമയത്വങ്ങൾ ബലരാമൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഈ സന്യാസിയെ ദ്വാരകാരാജധാനിയിങ്കൽ താമസിപ്പിച്ചും കൊണ്ട് ചാതുർമാസ്യത്തെ നിർവഹിക്കാനായിക്കൊണ്ട് ആലോചിക്കുന്ന സമയത്തുങ്കൽ എവിടെയാണ് അദ്ദേഹത്തിനെ അധിവസിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തി സമയത്തുങ്കൽ വിജനമായിട്ടുള്ള പ്രദേശം കന്യാപുരം തന്നെ ഉള്ളൂ എന്നീ വണ്ണം ബലരാമൻ പറഞ്ഞ അവസരത്വങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം സർവൂതം ചെയ്തു ആയത് എപ്രകാരമാക്കുന്നത് ബഹുവിദേശ യുവാസുരൂപ കന്യാപുരസ്യ വസതി കിമുനാഭിശങ്ക്യ മമൈവമച്യുത ചിരം ഹി പരീക്ഷിതോസൗ നിസ്സംഗയേഷ നിയമീതി ജഗാധരാമ. കൃഷ്ണൻ വധിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു. എന്താ അത് എന്നാണെങ്കിൽ ബലരാമന് ഈ സന്യാസിയെ കണ്ടപ്പോ അതിയോഗ്യനായിട്ടുള്ള സന്യാസിയാണെന്നാണ് തോന്നിയത്. മഹാനായിട്ടുള്ള ആള് ഇങ്ങനെ വിശിഷ്ടനായിട്ടൊരു സന്യാസിയെ കാണാൻ സാധ്യല്ല. അത്രമാത്രം യോഗ്യനായിട്ടുള്ള ആള് എന്നിങ്ങനെ മനസ്സിൽ തോന്നി. വളരെ വളരെ ഭക്തി ആ സന്യാസിയോട് തോന്നി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഓരോ പ്രവൃത്തികളങ്ങനെ കാണുന്ന സമയത്തെങ്കിൽ മഹായോഗ്യൻ ഇങ്ങനെ സന്യാസിയോ എന്ന് വിചാരിച്ചും കൊണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി ഓരോന്ന് പറയണ കൂട്ടത്തിൽ പറയേണ്ടേ പറഞ്ഞു. ബലരാമൻ അങ്ങേ കണ്ടത് കൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനായിട്ട് തീർന്നു. ഇനി കൃഷ്ണനെയും കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊരു വാക്ക് ആ സംഭാഷണത്തിൽ കൂടെ പറയട്ടെ. ആ സമയത്തെങ്കിൽ ബലരാമൻ കൃഷ്ണൻ എന്താ വരാത്തയോ ഒന്നിച്ച് അവിടെ നിന്ന് പോന്നതാണ്. എന്നിട്ട് ഈ ശൈലദേശത്തെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഓരോരോ കളികളും കണ്ടും കൊണ്ട് അവിടെ നിൽക്കുക. എന്താ വരാത്തേ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടേക്ക് വന്നു എന്ന് മാത്രമല്ല സന്യാസിയാണ് എന്നുള്ള നിലയ്ക്ക് താൻ ബഹുമാനിക്കണല്ലോ. വേഗം നമസ്കരിച്ചു. അതിൻ്റെ ശേഷം തൊഴുത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കണു. ആ സമയത്താണ് ബലരാമൻ കുറച്ചു നേരമായി വിചാരിച്ചു കൊണ്ടിരിക്കണു. ഭഗവാൻ വന്നിട്ട് വേണം, കൃഷ്ണൻ അങ്ങോട്ട് വന്നിട്ട് വേണം നിശ്ചയിക്കാൻ എന്ന് വിചാരിച്ചും കൊണ്ടാണ്. വരെ കഴിഞ്ഞപ്പോൾ ബലരാമൻ ഇരുന്ന ദിക്കിന്ന് എണീറ്റു എന്ന് മാത്രമല്ല കൂടെയുള്ള യാദവന്മാർ, സാരണം തുടങ്ങിയ യാദവന്മാരുണ്ട്, അവരും എണീറ്റു. അവരെയും ഇതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചു കുറച്ച കളയ്ക്ക്. ആ സമീപത്ത് നിന്ന് സന്യാസിയുടെ അടുക്കുന്ന കുറച്ച് കിട്ട് നീങ്ങി അവിടെ നിന്നും കൊണ്ട് പറഞ്ഞു, കൃഷ്ണ കണ്ടില്ലേ സന്യാസിയെ, അതിയോഗ്യനായിട്ടുള്ള അല്ലേ, എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. അതുകൊണ്ട് ഒരു കാര്യം, ഒരു ചാതുർമാസ്യം വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെ വെച്ചാൽ അപ്പം നിർവഹിക്കുക? ദ്വാരകയില് എവിടെയെങ്കിലും വിജയനായിട്ടുള്ള സ്ഥലമുണ്ടോ? ഈ സന്യാസിക്ക്
അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനായിട്ട് അതിന് യോജിച്ച സ്ഥലം എവിടെയുള്ളത്? യോഗ അദ്ദേഹത്തിന് വേണ്ട പലതും വേണ്ടി വരുമല്ലോ. യോഗ എവിടെ വേണം, എവിടെ ഇപ്പോൾ പറ്റിയ സ്ഥലം ഉള്ളത് ഇത് ചോദിച്ചപ്പോൾ ഭഗവാൻ ജ്യേഷ്ഠൻ അവിടെ നിന്നല്ലേ നിശ്ചയിക്കേണ്ടത്. അവിടെ നിന്നുള്ളപ്പോൾ അടിയൻ എന്താ ഇതിൽ അഭിപ്രായം പറയാ, അവിടെ നിന്ന് നിശ്ചയിച്ചാൽ മതി. കൃഷ്ണ, എന്നാ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയത് കന്യാപുരത്തിലാവാം. വേറെ ഒരു സ്ഥലവും വിജനമായിട്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് കന്യാപുരത്തിലാവാം എന്ന് പറഞ്ഞു. എന്താ കൃഷ്ണൻ്റെ അഭിപ്രായം? കന്യാപുരത്തിലായോണ്ട് വല്ല വൈഷമ്യമുണ്ടോ? ഇവിടെ ആയിക്കൂടെ എന്ന് ചോദിച്ച സമയത്തെങ്കിൽ കൃഷ്ണ അവതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. എന്താണെങ്കിൽ അല്ലേ ജ്യേഷ്ഠൻ, അങ്ങ് പറഞ്ഞത് പരമാർത്ഥം തന്നെയാണ്. ഇദ്ദേഹത്തിന് ഒരു ചാതുർമാസ്യം നിർവഹിക്കേണ്ടത് തന്നെയാണ്. അടിയനും അങ്ങനെ തോന്നുന്നുണ്ട്. കണ്ടപ്പോൾ തോന്നി ഇങ്ങനൊരു സന്യാസിയോ മഹാനായിട്ടുള്ള ആളാണ് എന്ന് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് ഒരു ചാതുർമാസ്യം വേണ്ടത് തന്നെയാണ്, സംശയമില്ല, വേണം. പക്ഷേ അങ്ങനെ എന്താ പറഞ്ഞത്? കന്യാപുരത്തിലാവാം അല്ലേ? ആ വിഷയം വന്നപ്പോഴാണ് എനിക്ക് സംശയം. ചാതുർമാസം വേണം വേണമെന്ന് ഉറപ്പാണ്. ഇതിനെ വളരെ ദയമായിട്ട് ബഹുമാനിക്കണം. എങ്ങനെയുള്ള ആളാ അദ്ദേഹം? എന്താ അതെന്നാണെങ്കിൽ ബഹുവിൽ അദ്ദേഹം ബഹുവിത്തായിട്ടുള്ള ആളാണ്. എല്ലാം അറിയണ ആളാണ്. എല്ലാ ശാസ്ത്രങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാമേ, സർവജ്ഞനായിട്ടുള്ളതാണ് അദ്ദേഹം. എല്ലാ ശാസ്ത്രങ്ങളും അറിയാതെ കൊണ്ടൊരു വിഷയവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മഹായോഗ്യനായിട്ടുള്ള ആളാണ്. ഇത് തന്നെയല്ല, പിന്നെ ഇങ്ങനെയുള്ള ആളാ യുവാവാണ്, യൗവനായിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ആളാണ്. ഈ പ്രായത്തിൽ തന്നെ ഈ എല്ലാ വിഷയങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അഭ്യസിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയുണ്ടെന്ന് വിചാരിച്ചൂടാ. യൗവനയുക്തനായിട്ടുള്ള ആള് എന്നും മാത്രല്ല സ്വരൂപനാണോ? ആകൃതിയുടെ ഒരു ഭംഗിയില്ലേ? ആകൃതിയുടെ ഭംഗി സുന്ദരെന്നല്ല പറഞ്ഞത്, സ്വരൂപൻ. നല്ല രൂപത്തോട് കൂടിയിട്ടുള്ള ആള്. രൂപം എന്ന് പറഞ്ഞാൽ ശാരീരിക സൗന്ദര്യം മാത്രമല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ വൈഭവം, ബുദ്ധിവൈഭവം, പിന്നെ സ്വഭാവ ഗുണം, ഇതെല്ലാം ആവുമ്പോഴാണ് നല്ല രൂപം എന്ന് പറയാം. രൂപം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിയോഗ്യനായിട്ടുള്ള ആള് അദ്ദേഹത്തിൻ്റെ ആകൃതി അങ്ങോട്ട് കണ്ടാൽ അറിയാം മഹായോഗ്യനാണ്. ഒരാളെ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുള്ള ആളാണോ, ബുദ്ധിയുള്ള ആളാണോ, ആളുടെ സ്വഭാവം നന്നോ, മറ്റുള്ള ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉള്ളതാണ് എന്നുള്ളത് ആകൃതി കണ്ടാൽ തന്നെ മനസ്സിലാവും. സാധാരണ പോലെ അല്ല അദ്ദേഹം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അങ്ങ് പറഞ്ഞില്ലേ പരമയോഗ്യനാണ്, സകല ഗുണസമ്പൂർണനാണ് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ തന്നെയാണ് അദ്ദേഹം. എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിനെ പൂജിക്കണം. പക്ഷേ ഒരു കാര്യം, അങ്ങനെ എന്താ പറഞ്ഞേ, കന്യാപുരത്തിലാവാം അല്ലേ? അതിൽ മാത്രമാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം. എന്താണല്ലേ? കന്യാപുരസ്യ വസതി കിമുനാഭിസംഖ്യ. ഇദ്ദേഹത്തിൻ്റെ വസതി കന്യാപുരത്തുങ്ങൾ അഭിസംഖ്യയല്ലേ? ആ കന്യാപുരത്തിലെ കൊണ്ട് താമസിപ്പിക്കാമോ അദ്ദേഹത്തിനെ? ഓ എന്താ അത് എപ്പോഴും സംശയിക്കണം, ഭയപ്പെടണം. ആ അഭിസംഖ്യ. നമ്മളെപ്പോലുള്ള ആളുകൾ ഇദ്ദേഹത്തിനെ കന്യാപുരത്തിലേക്ക് കൊണ്ടുപോവുക, അവിടെ പോയി താമസിപ്പിക്കുക. 1-2 ദിവസമൊന്നുമല്ല, ചാതുർമാസിയാണ്. അത്രയും ദിവസങ്ങൾ വേണം.
വേണ്ടേ? അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് താമസിപ്പിച്ചാലോ? എല്ലാത്തിൻ്റെയും ഗുണമുള്ള ആളല്ലേ അദ്ദേഹം, സർവജ്ഞനായിട്ടുള്ള ആളല്ലേ അല്ലേ? അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ അവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ എന്താ വൈഷമ്യം? വൈഷമ്യമുണ്ട്. ഗുണങ്ങൾ തികയുമ്പോഴാണ് കൂടുതൽ മനസ്സിരുത്തേണ്ടത്. എന്താ ആദ്യം വന്നത്? ബഹുവിത്താണ്, എല്ലാം അറിയണ ആളാണ്, സർവജ്ഞനാണ് അല്ലേ? പല ശാസ്ത്രങ്ങളും അറിയാം, എല്ലാ ശാസ്ത്രങ്ങളും അറിയാം. അങ്ങനെയുള്ള ആളല്ലേ ജ്യേഷ്ഠൻ. മനസ്സിരുത്തണ്ടേ? അപ്പോൾ ശാസ്ത്രങ്ങളൊക്കെ അറിയാമെന്നാ അല്ലേ? എല്ലാ ശാസ്ത്രങ്ങളിൽ പെട്ടതല്ല, പല ശാസ്ത്രങ്ങളും ഉണ്ട്. ആ ശാസ്ത്രങ്ങളിൽ പെട്ടതാണ് കാമശാസ്ത്രവും. എല്ലാ ശാസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ശാസ്ത്രവും അഭ്യസിച്ചിട്ടുണ്ടാവും. ഗൗരവല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ധരിച്ചേക്കുന്നത്, ഏതിൻ്റെയൊക്കെയാണ് നല്ല പോലെ ഗ്രഹിതമുള്ളത്, നല്ല നിശ്ചയില്ല. ബഹുവിൽ എല്ലാം അറിയണ ആളാണ് അദ്ദേഹം അല്ലേ? ഇന്ന് തന്നെയല്ല, നമുക്കങ്ങോട്ട് പോകാൻ പറ്റുമോ? എപ്പോഴും കന്യാപുരത്തിൽ സാധാരണ ആളുകൾക്കൊന്നും പ്രവേശനമില്ല. നമ്മളെപ്പോലുള്ള ആളുകൾ പോവുകയാണെങ്കിൽ അറിയിക്കേണ്ടത് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടേ അങ്ങോട്ട് പോകാവൂ. അല്ലാണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് കയറി ചെല്ലാന്ന് നിർത്തിയില്ല അല്ലേ? കന്യകമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ലേ? അവിടെ അല്ലേ ശ്വസിക്കണത്? അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും ധരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. പിന്നെയോ അദ്ദേഹത്തിന് ഇത് നോക്കിയാൽ അറിഞ്ഞൂടെ? അദ്ദേഹം അതുകൊണ്ട് സന്യാസിയായിട്ട് തീർന്നു, വിരക്തനായി, ഒന്നിലും ആഗ്രഹമില്ലാതെ കണ്ട് സന്യാസം സ്വീകരിച്ചു എന്നുള്ളതല്ലേ? അതുകൊണ്ട് കാര്യമില്ല. ഇദ്ദേഹം എങ്ങനെയാ? യുവാവാണ്, യൗവനാര ആയിട്ടുള്ള ആളാണ്. ഈ യൗവനകാലത്തിൻ്റെ അവസ്ഥയില്ലേ എന്താന്ന് പറയാൻ നോർത്തിയുണ്ടോ? സന്യാസിയായിട്ട് തീർന്നു, അതുകൊണ്ട് കാര്യമായില്ല. യൗവനകാലത്ത് എന്തൊക്കെ മാറ്റം എപ്പോഴാണ് സംഭവിക്കുക എന്താന്ന് പറയാൻ നിർത്തിയുണ്ടോ? ഇത് മാത്രമല്ല, സ്വരൂപ നല്ല ആകൃതിയാണ്, അതിമനോഹരമായുള്ള ആകൃതി അല്ലേ? എന്താ അവിടെ കന്യകമാർ മാത്രമേ ഉള്ളൂ, അതാണ്. ഇനി ഇദ്ദേഹം പരമയോഗ്യനാണ് എന്നുണ്ടെങ്കിലും അനവധി കന്യകമാരുള്ള സ്ഥലമാണ്. സുഭദ്ര അതുപോലെ തന്നെയാണ്, യൗവനാരംഭമുള്ള പ്രായമാണ് അല്ലേ? അതേപോലെയുള്ള കന്യകമാർ ധാരാളമുണ്ട്. എന്താ സംഭവിക്കുക എന്ന് പറയാൻ നിർത്തിയുണ്ടോ? ഇന്നതാണ് സംഭവിക്കുക എന്നെങ്ങനെ പറയും? നാഭിസംഖ്യ സംശയിക്കണ്ടേ? വേണ്ടേ? നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലേ? അങ്ങ് പറഞ്ഞത് ശരിയാണ്. വിജനമായിട്ടുള്ള സ്ഥലം ദ്വാരകയിലെ കന്യാപുരേ ഉള്ളൂ, തമ്മിൽ ഭേദം കന്യാപുരം എന്നാണ്. എന്താ കാരണം? മറ്റുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഘോഷമാണ്, ഏത് സമയമുണ്ടാവും. ഒന്നാമത് ജനങ്ങൾ അനവധി, യാദവന്മാർ അനവധിയാണ്. ദ്വാരക എന്ന് പറഞ്ഞാൽ ഒരു പരിമിതമായിട്ട് പ്രദേശമേ ഉള്ളൂ. ഇവിടെ ഇവരെല്ലാവരും കൂടി കഴിയാണ്. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ ഉത്സാഹികളായിട്ടുള്ള ആളുകൾ എന്നും ഓരോ ഘോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. കൊട്ടായിട്ടും ഘോഷങ്ങളായിട്ടും കേമായിട്ടും പലതും ഉണ്ടാവും. അങ്ങനെ വന്നാൽ ഈ സന്യാസിയെ പോലുള്ള ആൾക്ക് സ്വൈര്യം ഉണ്ടാവുമോ? എവിടെയെങ്കിലും ഇവിടെ നിർത്തിയാൽ ഇതിങ്ങനെ കേമായിട്ട് ഇങ്ങനെ കൊട്ടി ഘോഷിക്കുക. ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരുന്ന് ധ്യാനിക്കണമെങ്കിലോ യോഗാഭ്യാസാദികൾ ചെയ്യണമെങ്കിലോ സാധ്യമാവോ? ദ്വാരകയിൽ എവിടെ നേരം പറ്റില്ല. ഇതങ്ങോട്ട് തുടങ്ങിയാലത്തെ സ്ഥിതി എന്താ ഇല്ലേ? ആരോടെങ്കിലും വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഘോഷം ഒന്നരുത് അനുകരിക്കണമെന്ന് പറയാൻ പറ്റുമോ? കേമായിട്ട് കൊട്ട് ഇല്ലേ? അത് കഴിഞ്ഞാൽ കൊട്ട് കഴിഞ്ഞാലോ പിന്നെ വേറെ ഒന്നാവും, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇത് തുടങ്ങിയിട്ട് കുറേ ദിവസം ഇത് എന്തെന്നാവും, കഴിയുക എന്നാണാവോ? അതിൻ്റെ സമീപത്തുള്ളവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. വല്ല ദിക്കിലിരിക്കുന്നവർക്ക് അറിയില്ല. ഇങ്ങനെ ഘോഷങ്ങൾ നടക്കണതിൻ്റെ സമീപത്ത് അധിവസിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയാം. ഇതൊന്നും ഇല്ലാണ്ട് ഇതുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നിനും മനസ്സ് ഓർക്കില്ല. ഈ ബഹളങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ ഇദ്ദേഹത്തിനാണെങ്കിലോ എപ്പോഴും ഇങ്ങനെയുള്ള ഇതുകളോരോന്നും ചെയ്യണ്ടേ അല്ലേ?
ഈ ഇങ്ങനെയുള്ള ഘോഷങ്ങൾ ഒരിക്കലല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊന്ന് യാദവന്മാരൊക്കെ ഉത്സാഹികളായിട്ടുള്ള ആളുകൾ കൊട്ടി ഘോഷിക്ക് പലതുണ്ടാവുമ്പോൾ ഇദ്ദേഹത്തിനെ പോലുള്ളവർക്ക് സമാധാനമായിട്ട് ദ്വാരകയിലെ ഇവിടെ സാധ്യമല്ല. അപ്പോ കന്യാപുരത്തിൽ തന്നെ സാധ്യമുള്ളൂ. താരതമ്യേന അവിടെയാണ്. പക്ഷേ അവിടെ കൊണ്ട് അധിവസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ആലോചിക്കണ്ടേ? നാഭിസംഖ്യ ജ്യേഷ്ഠൻ എന്തെങ്കിലും ഒരു വൈഷമ്യം ഉണ്ടായാലോ? ഉണ്ടാവുന്നല്ല കേട്ടോ, ഉണ്ടാവണം എന്നല്ല, ഉണ്ടാവൂല്ല. ഉണ്ടായാൽ നമ്മളാരെങ്കിലും അറിയോ? അവിടെ കന്യകമാർ മാത്രമേ ഉള്ളൂ. ഈ സന്യാസിയാണ്, സർവജ്ഞനാണ്, നല്ല യൗവനാരംഭമാണ്, അതിസുന്ദരനായിട്ടുള്ള ആളാണ്. കന്യകമാരൊക്കെ നല്ല പ്രായമുള്ളവരാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയാ പറയുക? നമ്മളെ പോലുള്ളവരെ അറിഞ്ഞുകൊണ്ടെന്നല്ല ഇരുത്തിയേക്കണതല്ലേ ഇത്. ലോകത്തിലുള്ളവരെന്തു പറയും? ആരെ ദോഷം പറയാ? കൃഷ്ണൻ അവിടുത്തെ ഹരിയനല്ലേ പറയാ അല്ലേ? കൃഷ്ണനും രാമനും മറിഞ്ഞും കൊണ്ടാണ് ഇതെന്നല്ലേ പറയാ അല്ലേ? ആളില് എന്താ ഈ പല ദിക്കിലും പലതും കേൾക്കാല്ലേ ഇല്ലേ? പലതും ഇല്ലേ? സംഭവിക്കാൻ വയ്യാത്ത പലതും പല ദിക്കിലുണ്ട്. എന്താ പറയണത്? ഇപ്പോ ആ ചെയ്ത ആളുകളല്ല അപരാധികൾ, പിന്നെ എന്താ ആ ചെയ്യിക്കാൻ സഹായിച്ചിട്ടുള്ള ആളുകളാണ്. ഇതിനെ നിയന്ത്രിക്കേണ്ട ചില ആളുകളില്ലേ? അവർ വലിയ സ്ഥാനത്ത് കയറിയിരിക്കണില്ലേ? ഇവരല്ല ചെയ്യേണ്ടത് അല്ലേ? ഇവരെങ്ങനെയുള്ളവരാ? ചെറുപ്പമായിട്ടുള്ളവരാണ്. ഈ യൗവനാരംഭം ആയിട്ടുള്ള പ്രായം, ബാല്യകാലം കഴിഞ്ഞ് കൗമാരമായി യൗവനം കൂടെ ആരംഭിക്കുന്ന പ്രായത്തൊരു അവസ്ഥയില്ലേ? എന്താ കാട്ടേണ്ടതെന്ന് നിശ്ചയില്ലാത്തൊരു കാലമാണ് അപ്പോഴേ. അങ്ങനെ കാലത്ത് എന്തൊക്കെ കാട്ടുകയാണെങ്കിൽ അവരെ അതുപോലെ നിയന്ത്രിക്കാൻ ആൾ വേണം. വേണ്ടേ? നിയന്ത്രിക്കാനേ കണ്ടിരുന്നാൽ ഇങ്ങനെ ചില ആളില്ലേ അവിടെ ഇല്ലേ? ഇവരെന്തിനാ അവിടെ ഇരിക്കണത്? അവരെയാണ് ശിക്ഷിക്കേണ്ടത്, ഇവരെയല്ല. അവരെ ശിക്ഷിക്കണം. ഇങ്ങനെ നാലാളുകളെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല എന്നല്ലേ പറയാ? സാധാരണ ലോകത്തിലുള്ളവർക്കല്ലേ പറയാ അല്ലേ? ഇപ്പൊ എന്താ അപരാധികൾ നമ്മളായിട്ട് തീരും. ഓ അങ്ങനെ ഇവിടെ സംഭവിക്കും എന്നല്ല പറയണത്. നാഭിസംഖ്യ ജ്യേഷ്ഠൻ, നമ്മൾക്കൊരു കരുതൽ വേണ്ടേ? ആലോചിച്ചിട്ട് വേണ്ടേ? ഒരു കാര്യം ചെയ്താൽ എന്താ? ഇങ്ങനെ ഒന്ന് വേണം നിശ്ചയിച്ചു. ഏതായാലും അദ്ദേഹത്തിന് ഒരു ചതുർമാസം വേണമെന്നുണ്ട് അല്ലേ? ഒന്നും കൂടി ആലോചിച്ചിട്ടാവാം. ആലോചിക്കാനുള്ള ആളുകൾ പലരും ഉള്ളോ ഇല്ലേ? ദ്വാരകയിൽ പലരും ഇല്ലേ? അവരോടൊക്കെ ഒന്ന് ആലോചിക്കാം. ആലോചിച്ചിട്ട് എവിടെ വെച്ച് വേണം? കന്യാപുരത്തിൽ വേണോ അതോ വേറെ വല്ലക്കിൽ വേണോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇത് ജ്യേഷ്ഠനും അടിയനും കൂടി നിശ്ചയിച്ചു എന്ന് വന്നാൽ ഇതിൻ്റെ അധികം വളരെ വല്ലതും വരാണ്ടോ? അതുകൊണ്ട് ജ്യേഷ്ഠൻ ഈ ഒരു വിഷയം എങ്ങനെയായാലും വേണ്ടത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, ആലോചിച്ചും കൊണ്ട് ചെയ്യാം. അല്ലാണ്ട് ചെയ്യാൻ പുറപ്പെട്ടാൽ ഈ ഇദ്ദേഹത്തിന്, ഈ മഹായോഗ്യനായ സന്യാസിയെ കന്യാപുരത്തിൽ കൊണ്ട് നശോസിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും വൈഷമ്യം വരുമോ എന്നുള്ളത് നമുക്ക് സംശയിക്കണം. കന്യാപുരസ്യ വസതി ത്രിമൂനാഭസംഖ്യ. നമുക്ക് സംശയിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഭഗവാനാണ് പറഞ്ഞപ്പോ ബലരാമൻ അച്യുത കൃഷ്ണ അരുതരുത്, മിണ്ടരുത്. ഇതെന്താ ഈ പറയണത്? ഇങ്ങനെ ഓരോന്ന് പറയേ. ആരെ കുറിച്ചാ പറയണെന്ന് ആലോചിച്ചു. സന്യാസി ഇത് കേൾക്കില്ലേ? എന്താ ഈ പറയണത്? അരുതരുത്, ഇങ്ങനെ പറയരുത്, മിണ്ടരുത്. ആരാ പറയണത്? കൃഷ്ണനല്ലേ പറയണത് അല്ലേ? അരുതരുത് എന്താണല്ലേ? കൃഷ്ണൻ ഇപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അല്ലേ? ഞാൻ ചിരമഹി പരീക്ഷിത അസൗ, ഞാൻ ചിരമാകും വണ്ണം പരീക്ഷിതനായി ഈ സന്യാസിയെ നല്ലപോലെ പരീക്ഷിച്ചിട്ടുണ്ട്.
കുറച്ച് നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്നു, ഓരോന്ന് ചോദിച്ച് നല്ലോണം പരീക്ഷിച്ചിട്ടാണ്. അല്ലാണ്ട് ഒരു സന്യാസിയും കൂടി കാണുന്ന മാത്രയിൽ ചാതുർമാസ്യം വേണം നിശ്ചയിക്കുകയല്ല ഉണ്ടായത്. കൃഷ്ണൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലല്ലേ, അല്ലേ? കളിക്കുകയായിരുന്നില്ലേ? ഞാൻ അങ്ങനെയല്ല. ഈ സന്യാസിയെ കണ്ടപ്പോൾ സന്യാസിയുടെ അടുക്ക് ഇന്നും കൊണ്ട് നല്ലോണം അദ്ദേഹത്തിനെ പരീക്ഷിച്ചു. യോഗ്യനായുള്ള സന്യാസിയാണോ, അതോ സന്യാസിയുടെ വേഷം കെട്ടിയിട്ടുള്ളൂ അതാണോ, കള്ള സന്യാസിയാണോ എന്നറിയാൻ ഞാൻ നല്ലപോലെ പരീക്ഷിക്കുകയുണ്ടായി. എനിക്ക് മനസ്സിലായി. ശ്രദ്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ പരീക്ഷിച്ചു. എന്താ അദ്ദേഹത്തിന് ചെയ്യുന്നല്ലേ? നിസ്സംഗയേഷ. അദ്ദേഹം നിസ്സംഗനാണ്, ഒന്നിനോടും സംഘമില്ലാതെ ആളാണ്, യാതൊന്നിനോടും ഇല്ല. ഇങ്ങനെ സന്യാസി ഉണ്ടാവൂ? അത്ര വിശിഷ്ടമാണ് അദ്ദേഹം. എന്താ അത്? നിസ്സംഗനാവണ എങ്ങനെയാ? നിയമിയാണ് അദ്ദേഹം. നിയമം തൻ്റെ മനോനിയന്ത്രണം നല്ല പോലെ ഉണ്ട് അദ്ദേഹത്തിന്. നിസ്സാരനായിട്ടുള്ള ആളല്ല, മനസ്സിനെ നിയന്ത്രിച്ചേക്കണു. അങ്ങനെയുള്ള ആളാണ്. എന്താ അതെന്നാണ് സാധാരണ വിഭ്രാന്തി ഉണ്ടാവണതായിട്ട് സാധാരണ ഉണ്ടാവുമല്ലോ, അല്ലേ? അതിനൊക്കെ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇന്ദ്രിയ നിഗ്രഹം ചെയ്തേക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷം, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളെ ഇദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, അല്ലേ? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ഇങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളെയും താൻ നിയന്ത്രിച്ചേക്കണു. ഇങ്ങനെയാണ് സന്യസിക്കാൻ പുറപ്പെടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് തൻ്റെ മനസ്സിൽ ധൈര്യമാകുന്ന കയറുകൊണ്ട് കെട്ടണം. ഇങ്ങനെയാ ഈ 5 ഇന്ദ്രിയങ്ങളെ പറയണത് കുതിരയായിട്ട് കണക്കാക്കുക. കുതിരകളെ പോലെ ചാടണതാണ്. അതിനെ നിയന്ത്രിച്ച് ബന്ധിക്കണം. അങ്ങനെ വേണ്ടത്. അങ്ങനെയുള്ള ആളാണ് ഇദ്ദേഹം. നിയന്ത്രിച്ചേക്കണു 5 ഇന്ദ്രിയങ്ങളെ. അങ്ങനെയുള്ള നിസ്സംഗനാണ്. അതുകൊണ്ട് സംശയമില്ല, ഇദ്ദേഹത്തിന് യാതൊന്നിനോടും മമതയില്ല, ഒന്നിനോടുമില്ല പ്രതിപത്തി. അങ്ങനെയുള്ള ആളാണ് ഇദ്ദേഹം. കണ്ടറിഞ്ഞൂടെ അദ്ദേഹത്തിന്? ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഈ വേഷം, ഈ സന്യാസമായി തീർന്ന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം യോഗ്യത ഉണ്ടെന്ന് വിചാരിച്ചൂടാ, അല്ലേ? അതുകൊണ്ടൊരു സംശയമില്ല. ഈ കൃഷ്ണൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഈ കന്യാപുരത്തെങ്കിൽ കൊണ്ടുപോയി ചാതുർമാസ്യം വേണം എന്ന് തന്നെയാണ് ഉറപ്പിച്ചേക്കണത്. കൃഷ്ണന് സംശയം അല്ലേ? അങ്ങനെ യാതൊരു സംശയമില്ല, യാതൊന്നും സംഭവിക്കില്ല. കന്യാപുരത്തിൽ എത്ര കാലം താമസിച്ചാലും വേണ്ടില്ല, ഇദ്ദേഹത്തിന് യാതൊരു മാറ്റവും വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് സംശയമില്ല, ചാതുർമാസ്യം വേണമെന്ന് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, അത് കന്യാഗ്രഹത്തിൽ തന്നെ ആവുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു വിഷമവും സംഭവിക്കില്ല എന്ന് ബലരാമൻ മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ ജ്യേഷ്ഠൻ അവിടുന്ന് എന്താ നിശ്ചയിക്കണേ വെച്ചാൽ അതുപോലെ, അതിന് മാറ്റമൊന്നുമില്ല, എങ്ങനെയാച്ചാൽ അങ്ങനെ. അടിയനെ കണ്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കണ്ട് ജ്യേഷ്ഠൻ നിശ്ചയിച്ചത് എന്തോ അതേപോലെ തന്നെ സംശയമില്ല. അതുകൊണ്ടൊരു കാര്യം, ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അടിയൻ്റെ അഭിപ്രായം കൂടി പറയാലോ. എന്താ അതെന്നാണെങ്കിൽ, ഏവം ചേത് ആര്യോ ഭവന്തഃപ്രമാണം ഇത്യഭിദധാനോ മുകുന്ദ കർമ്മന്ദിനമേവം പൂജേ. അഭിദധാന, ഇപ്രകാരം അഭിദധാതനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത്രയും പറയുക കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മുകുന്ദനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഗ്രഹീതമുള്ള ആളാണ്, മുക്തിയെ വരെ ദാനം ചെയ്യാൻ കഴിവുള്ള ആളാണ്. ആ ഭഗവാൻ
ഇത് ഇത്രയും പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു. എന്താ അതെന്നാണെങ്കിൽ ജ്യേഷ്ഠൻ അവിടുന്ന് എന്ത് നിശ്ചയിച്ചേക്കണു അത് അതേപോലെ ആയിക്കോട്ടെ. ഏവം ചേൽ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നാ പ്രവർത്തിച്ചോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ ഇവൻ ഭവന്ത ആര്യ ഭവന്തശ്ച പ്രമാണം. ജ്യേഷ്ഠൻ അവിടുന്ന് ആര്യനും ഭവാന്മാരും പ്രമാണമായിട്ട് ഭവിക്കണു. ജ്യേഷ്ഠൻ തന്നെയാണ് അതിൻ്റെ ഭാരം. ജ്യേഷ്ഠനാണ് പ്രമാണം. ജ്യേഷ്ഠൻ നിശ്ചയിച്ചു എങ്ങനെയാണോ അത് അതേപോലെ പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല ഭവാന്മാരും അല്ലേ യാദവശ്രേഷ്ഠന്മാര് നിങ്ങളും പ്രമാണം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ ഞാനേ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. ജ്യേഷ്ഠൻ പറഞ്ഞതിന് അടിയൻ്റെ അഭിപ്രായം എന്തോ അതൊന്ന് സൂചിപ്പിച്ചു ഇല്ലേ. സാധാരണ നിലയ്ക്ക് എല്ലാവർക്കും പറയാം, നിങ്ങൾക്കും പറയാം എൻ്റെ അഭിപ്രായം എന്നതാണ് എന്ന് പറയാം. പറഞ്ഞോണ്ട് വിഷമമില്ലല്ലോ. ഒരു കൃഷ്ണൻ പറഞ്ഞ പോലെയാണ് അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ പോലെ അല്ല എന്തെങ്കിലും പറയാം. ഒന്നും പറഞ്ഞില്ല. എന്താ കാരണം? ജ്യേഷ്ഠനോടുള്ള ബഹുമാനം കൊണ്ട്. അങ്ങനെയുണ്ട് കുറേ ആളെ. ഒരാൾ പറഞ്ഞാൽ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണവരില്ലേ? നോക്കിയിട്ടുണ്ടോ? അതെന്നെ പറയും, ഒരു മാറ്റമില്ല, അതെന്നെ ആവർത്തിക്കും. ആ ആൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടല്ല. പിന്നെന്താ വെച്ചാൽ അയാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്നോട് അലോഗ്യവും. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ആയാൽ നല്ല നേരെയാവില്ല എന്നുള്ളത്. എന്നുണ്ടെങ്കിലും വേണ്ടില്ല, അതെന്തോ അത് അതേ തന്നെ ആവർത്തിക്കുന്ന ആളില്ലേ. അങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ നിശ്ചയില്ല. ജ്യേഷ്ഠൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. ആലോചിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ. ഞാനിത് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഏവം ജേൽ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അല്ലേ ജ്യേഷ്ഠൻ അങ്ങയ്ക്കും ഭവാന്മാരും പ്രമാണം നിങ്ങളാണ് ഇതിൻ്റെ പ്രമാണം. എനിക്കിതിലൊരു ബാധ്യതയില്ല. നീ എന്തു പറയണോ അതൊക്കെ സഹായിക്കാം, വേണ്ടതൊക്കെ ചെയ്യാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ കൃഷ്ണ ഇതെന്താ അങ്ങനെ എന്ന് എന്നോട് ചോദിക്കരുത്. എന്താണ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, സംഭവിക്കില്ല. സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് പ്രമാണം. ജ്യേഷ്ഠനും നിങ്ങൾ ആണ് ഇതിന് പ്രമാണമായിട്ടുള്ളത് ഇത് അഭിദധാന എന്ന് പറഞ്ഞു ഭഗവാൻ. ഇത്രയും കഴിഞ്ഞപ്പോ ബലരാമൻ കൃഷ്ണ ഒന്നും സംഭവിക്കില്ല, അത് അതേപോലെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യും കൃഷ്ണൻ, ഒരു കാര്യം ചെയ്യാം. എന്താണോ ആ സന്യാസിയോട് പറയാം ഇങ്ങനെ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ചാതുർമാസ്യം വേണമെന്നാണ് നിശ്ചയിച്ചേക്കുന്നത്. അത് കന്യാഗ്രഹത്തിൽ വെച്ചാണ് എന്നുള്ളത് സന്യാസിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതെന്തിനാ അടിയൻ അവിടുന്ന് പറഞ്ഞാൽ പോരെ? അവിടുന്നല്ലേ നിശ്ചയിച്ച്. അവിടേക്ക് സന്യാസിയോട് പറയാം ഞാൻ പറഞ്ഞാൽ നല്ല ഭംഗിയായില്ല എന്ന് വരും. എന്താ അത് എന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ ഓരോരുത്തർ അതേപോലെ പറയാനുള്ള കഴിവ് കുറവാണ്. എന്ന് മാത്രമല്ല ഈ പറയുന്ന സന്യാസി കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. കൃഷ്ണൻ നമ്മൾ പതുക്കെ പറയണോ എന്നാണ് വെച്ചേക്കണത് അല്ലേ. ഈ പതുക്കെ പറയൽ ഇത്തിരി കഴിഞ്ഞാൽ ഉറക്കാവും. കൃഷ്ണൻ പറയണത് ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പതുക്കെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കേൾക്കാൻ പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. സന്യാസി അവിടെ കേൾക്കും, സ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ. കേൾക്കുമ്പോൾ എന്താ ധരിക്കുക? വിഷയം കൃഷ്ണന് വലിയ താല്പര്യമില്ലല്ലോ എന്ന് ചിലപ്പോൾ സന്യാസിക്ക് തോന്നിയെന്ന് വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കൃഷ്ണൻ തന്നെ സന്യാസിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ കാരണം? കൃഷ്ണനും കൂടി അനുകൂലമാണ്, കൃഷ്ണനും ഇങ്ങനെ തന്നെയാണ് താല്പര്യം എന്ന് തോന്നണമെങ്കിൽ കൃഷ്ണൻ പറയണം.
അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ബലരാമൻ്റെ ഇഷ്ടത്തിനുള്ളതാ, കൃഷ്ണനോ കുറച്ച് അളവൊന്നും താല്പര്യമില്ല എന്ന് എന്ന് തോന്നാനിട വരണ്ട. കൃഷ്ണൻ്റെ അഭിപ്രായമായിട്ട് തന്നെ കൃഷ്ണൻ എങ്ങനെയോ അതേപോലെ അവിടെ ചെന്ന് എങ്ങനെ പറഞ്ഞാലാണ് സന്യാസിക്ക് സമ്മതമാവുക എന്നുണ്ടെങ്കിൽ അതേപോലെ പറഞ്ഞ് സമ്മതിക്കണം. അല്ല അതിപ്പോൾ അടിയൻ പറഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞാലിപ്പോൾ കാര്യം തന്നെയല്ലേ പറയുള്ളൂ അല്ലേ? അതുകൊണ്ട് കാര്യമില്ല, കൃഷ്ണൻ പറയണതിന് മാറ്റേണ്ടത്. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാണ്ടിരിക്കില്ല, പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ഓ എന്നാൽ അങ്ങനെ ആവാം. അവിടെ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ അദ്ദേഹം എന്താ പറയാൻ ഇഷ്ടമില്ല, എന്താ വെച്ചാൽ വിശിഷ്ടനായുള്ള സന്യാസിയാവുകൊണ്ട് കന്യാപുരത്തിൽ ഇരിക്കാന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം തൃപ്തി ഉണ്ടാവും നിശ്ചയില്ല. എങ്കിലും പറയാം. അല്ല അങ്ങനെയല്ല, കൃഷ്ണൻ പറഞ്ഞ അനുസരിക്കും. നോക്കാം. ആ ഭഗവാൻ കർമ്മന്ദിരം ഏവമൂജേ, കർമ്മന്തിയോട് ഇങ്ങനെ പറഞ്ഞു. വേഗം സന്യാസിയുടെ അടുത്ത് വന്നും കൊണ്ട് അദ്ദേഹത്തിനോട് അവിടെ ചെന്നും കൊണ്ട് അദ്ദേഹത്തിനെ കൊഞ്ചിച്ചും കൊണ്ട് ഇങ്ങനെ സന്യാസിയോട് പറഞ്ഞു. എന്താണെന്നാണെങ്കിൽ അല്ലേ ജഗീശ്വരൻ അവിടത്തോട് ഒരു കാര്യം അറിയണം. എന്താ അത് എന്നാണെങ്കിൽ ജ്യേഷ്ഠൻ്റെയും കൂടി ആഗ്രഹമാണ്, എല്ലാവരുടെയും ആഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അവിടത്തോട് അപേക്ഷിക്കണോ. എന്താ അതാണെങ്കിൽ അസ്മിൻ പൂരേ വിജനഭൂതല ദുർലഭത്വാൽ കന്യാപുരേ വസതിമിച്ഛതി താവദാര്യ മനോഭിലഷിതം ഭവതാമി ഹേരി പൃഷ്ടോ ജഗാദ യതിരസ്തു കിലേത്യുദാരം. യതീശ്വരൻ ജ്യേഷ്ഠന് അവിടത്തെ കണ്ടപ്പോൾ ഒരു ചാതുർമാസ്യം നിർവഹിക്കണമെന്ന് വലിയ മോഹം. എപ്പോൾ കണ്ട മാത്രമേ തോന്നിയിട്ടുണ്ട്. അങ്ങയെ കണ്ടുല്ലോ, ജ്യേഷ്ഠനാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആ കണ്ട മാത്രയിൽ തോന്നി. എന്നിട്ട് മറ്റുള്ളവരൊക്കെ ഞാൻ വരാൻ വേണ്ടിയിട്ട് കാത്തു മുട്ടിയിരിക്കുന്നു. വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ചാതുർമാസ്യം വേണമെന്ന് മോഹമുണ്ട് എന്ന്. മാത്രമല്ല അതൊന്ന് അങ്ങയോട് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ കാരണം വെച്ചാൽ അങ്ങയെപ്പോലുള്ള ആളുകളെയൊക്കെ കിട്ടുക വളരെ ഭാഗ്യം തന്നെയാണ്. അങ്ങക്ക് സമ്മതമാകുകയും വേണമല്ലോ അല്ലേ? അതുകൊണ്ടാണ് അങ്ങയെ സമ്മതിപ്പിക്കണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ചാതുർമാസ്യം വേണമെന്ന് ഒപ്പിച്ചു. അതിൻ്റെ ശേഷമാണ് ആലോചിക്കുന്നത്. എന്താ ദ്വാരകയുടെ അസ്മൻപുരേ, ഈ പുരം, ഈ രാജധാനി, ദ്വാരകാ രാജധാനി, അവിടേക്ക് അങ്ങയെ കുട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചാണ്. അത്രയായപ്പോഴാണ് ആലോചിക്കണത്. എന്താ ദ്വാരകയിൽ കൊണ്ടുപോയാൽ എവിടെ വെച്ച ആ ചാതുർമാസ്യം വേണ്ടേ? അങ്ങ് എവിടെ ആഘോഷിപ്പിക്കേണ്ടത്? ഈ വിഷയം അവിടേക്കും അറിയാലോ ഇല്ലേ? ദ്വാരകാ രാജധാനിയുടെ വൈശിഷ്ട്യം അങ്ങക്ക് അറിയാം. അങ്ങനെ അവിടെ വന്നിട്ടുണ്ടോ നിശ്ചയില്ല. വന്നാലും വന്നില്ലെങ്കിലും അങ്ങക്ക് നല്ല പോലെ എല്ലാത്തിൻ്റെയും ഗ്രഹിതമുള്ള സ്ഥിതിക്ക് അറിയാണ്ടിരിക്കില്ല. ആ ദ്വാരകാ രാജധാനിയുടെ അവസ്ഥ അങ്ങക്ക് അറിയും. സർവജ്ഞനായിട്ടുള്ള ആളാണ് അതോ അങ്ങ് ഇല്ലേ? എന്താണ് ദ്വാരകാ രാജധാനിയുടെ സ്ഥിതി എന്താണെന്നാണെങ്കിൽ അസ്മിൻപുരേ വിജനഭൂതല ദുർലഭത്വാൽ, വിജനഭൂതല ദുർലഭത്വം, വിജനമായിട്ടുള്ള ഭൂതലത്തിൻ്റെ ദുർലഭത്വം. വിജനായിട്ട് സ്ഥലമില്ല. അങ്ങക്ക് താമസിക്കുമ്പോൾ കുറച്ച് വിജനമായിട്ട് സ്ഥലം വേണ്ടേ? അതല്ലാണ് അനവധി ആളുകൾ ജനങ്ങളിങ്ങനെ ഘോഷമായിട്ട് കഴിയണ ദിക്കിൽ താമസിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? ഓ അങ്ങയുടെ യോഗാഭ്യാസാദികൾ നിർവഹിക്കാനായിട്ട് സാധ്യമോ? മനസ്സ് സമാധാനമാവണം.
മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവരുത്, ആളുകളെ വന്ന് പലതരത്തിലുള്ള ബഹളങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെയല്ല വേണ്ടതല്ലേ? ദ്വാരകയിൽ അങ്ങനെയല്ല. എപ്പോഴും യാദവന്മാര് ഓരോരുത്തരത്തിലുള്ള ഘോഷങ്ങൾ ഇതുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ അങ്ങക്ക് സ്വൈരായിട്ടിരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. എന്ന് തന്നെയല്ല, വളരെ അങ്ങനെ കൊണ്ട് ഇരുത്തിയിട്ടില്ല ഞങ്ങളെ പോലുള്ളവർക്കും വിഷമാവും. അതാണ് എവിടെ വെച്ച് വേണം എന്ന് ആലോചിച്ചത്. എവിടെ വെച്ചാ വേണ്ടേ? അങ്ങക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. ജ്യേഷ്ഠനും കൂടി ആലോചിച്ചു. വിജനഭൂതലദുർലഭത്വാൽ എന്തു വേണം എന്നാലോചിച്ചപ്പോ ഇങ്ങനെയാണ് ഇപ്പോൾ ഏതാണ്ട് തോന്നിയത്. എന്താ? കന്യാപുരേ വസതിം ഇച്ഛതിരാവതാര്യ. ആര്യനാണ്, ജ്യേഷ്ഠനാണ് പറയേണ്ടായത്. കൃഷ്ണ, ദ്വാരകയില് ഈ സന്യാസിക്ക് അധിവസിക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലമില്ല, വിജനമായിട്ടൊരു സ്ഥലം വേണ്ടല്ലോ, വേണ്ടേ? അങ്ങനൊരു സ്ഥലമില്ല. അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയത് കന്യാപുരത്തിലാവാം. അവിടെ അല്ല വൈഷമ്യൊന്നുമില്ല, മറ്റുള്ള ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല, ആരും വന്ന് അവിടെ വേറാത്ത ശല്യങ്ങൾ ഉണ്ടാക്കില്ല. സമാധാനമായിട്ട് അങ്ങക്ക് അവിടെ തപസ് ചെയ്യാനായിട്ട് സാധ്യവും. ഈശ്വരനെ സേവിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് സ്വൈരമായിട്ട് സ്ഥലം ഉണ്ടാവണ്ടേ? കന്യാപുരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കന്യാപുരേ വസതിമിച്ഛതി, അവിടെ ആഗ്രഹിക്കുന്നു. ആര്? താവതാര്യ, ജ്യേഷ്ഠൻ തന്നെയാണ് നിശ്ചയിച്ചത്. കന്യാപുരത്തിലാവാം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ വസതിമിച്ഛതി, അദ്ദേഹം ആഗ്രഹിച്ചു എന്നുള്ളൂ, നിശ്ചയിച്ചു എന്ന് പറയുക വയ്യ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ആ വിഷയം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങ് കന്യാപുരത്തിൽ അധിവസിപ്പിച്ചും കൊണ്ട് ഒരു ചാതുർമാസ്യം നിർവഹിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അങ്ങയ്ക്കും കൂടി തൃപ്തിയാവണല്ലോ, വേണ്ടേ? കന്യാപുരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ അങ്ങയ്ക്ക് അറിയാം. ഇപ്പം അധികം പറയണ്ടായില്ല. എന്താ അങ്ങയുടെ അഭിപ്രായം? കന്യാപുരത്തിൽ അധിവസിച്ച് കഴിഞ്ഞാൽ അങ്ങക്ക് തൃപ്തിയാണോ അതോ തൃപ്തി അല്ല എന്ന് വരും? നിശ്ചയില്ല. അതുകൊണ്ട് അങ്ങയോട് ചോദിച്ച് അങ്ങക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം അങ്ങനെ ആവാം എന്നാണ് വിചാരിക്കുന്നത്. മനോഭിലഷിതം, അത് ഹേതുവായിട്ട് അങ്ങയുടെ മനോഭിലഷിതം എന്താണ്? അങ്ങയുടെ ആഗ്രഹം എന്താ? എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് ഈ വിഷയത്തിങ്കിൽ, ഈ ചാതുർമാസ്യം നിർവഹിക്കണതായിട്ട് വിഷയത്തിങ്കിൽ അങ്ങയുടെ ആഗ്രഹം എന്താണ്? എന്താണെങ്കിൽ കന്യാപുരത്തിൽ വെച്ചാവാന്നോ അതോ വേണ്ടാന്നോ? എവിടെയാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അവിടെ ആവാം. അതാണ് കിം മനോഭിലഷിതം ഭവതാം ഇഹേതി. ഭവാന് എന്താണ് ആഗ്രഹം? എങ്ങനെയായാലാണ് ഇത് അങ്ങയുടെ ഇഷ്ടം പോലെ ആവാം. എന്താണെന്ന് വെച്ചാൽ അങ്ങ് നിശ്ചയിക്കണത് പോലെ ഇത് ജ്യേഷ്ഠൻ്റെ ആഗ്രഹം. ജ്യേഷ്ഠൻ്റെ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്ത് നിശ്ചയിക്കണു അതുപോലെ ഉള്ളൂ മറ്റുള്ളവരൊക്കെ തന്നെ. സാധാരണ അങ്ങനെയാണ്, ഏത് കാര്യവും നിശ്ചയിക്കുക ജ്യേഷ്ഠനാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ജ്യേഷ്ഠൻ്റെ ആഗ്രഹം എന്ന് പറയാനുള്ള കാരണം. എന്താ അങ്ങയുടെ വിചാരം? എന്താ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് പൃഷ്ടോ ജഗാദാഹ, പൃഷ്ടനായി ഇങ്ങനെ ചോദിച്ച സമയത്തെങ്കിൽ യതിഹി, ആ യതി ഉണ്ടല്ലോ സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം അല്ലേ, അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞത്? ഒന്ന് ആലോചിച്ചുകൊണ്ട് വേണം പറയാൻ. എന്താ കാരണം? കന്യാഗ്രഹത്തിൽ ആയിക്കൂടെ ചാതുർമാസ്യം എന്നാ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? അതിന് പാകത്തിന് മറുപടി പറയണം. ഏത് നിലയ്ക്ക്? യതി, സന്യാസിയായിട്ടുള്ള താൻ അതിന് യോജിച്ച പോലെ പറയണം. അതല്ലാതെ കണ്ട് ആ പറയണത് ഭംഗിയായില്ല എന്നുണ്ട് കർക്കടൊന്നുമില്ല, നല്ല സന്യാസിയാണ് അല്ലേ, കന്യാഗ്രഹത്തിൽ തന്നെ പോയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് എന്ന് തോന്നിയാൽ കാര്യം ഗ്രഹപ്പുഴയാവും അല്ലേ.
അപ്പൊ അതിന് ഭാഗത്തിനോട് ഇവിടെ ഈ അർജുനൻ നല്ല സന്യാസിയായിട്ട് തന്നെയാണ് ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അതിനനുസരിച്ച് തന്നെ എന്താ പറഞ്ഞത് എന്താണ് അസ്ഥി വിരോത്യുദാരം ജഗാദ ഇങ്ങനെ പറഞ്ഞു. ഉദാരം ജഗാദ് ഉദാരമായിട്ട് ഉത്കൃഷ്ടമായിട്ട് ഒരു സന്യാസിയുടെ നിലയ്ക്ക് വളരെ ശ്രേഷ്ഠമായ രൂപത്തിലാണ് പറഞ്ഞത്. എന്താ അസ്തുഗീലാഹ ആയിക്കോട്ടെ, ഒരു താല്പര്യമില്ല. നിങ്ങൾ നിശ്ചയിക്കണമെന്തോ അതേപോലെ, അവിടെയാണെങ്കിൽ അവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ. നിങ്ങൾ കന്യാഗ്രഹത്തിലാണ് നിശ്ചയിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അതാ വേറൊരു ദിക്കിലാണെങ്കിൽ വേറൊരു ദിക്കിൽ, ഇനി ദ്വാരകയിൽ മറ്റൊരു ദിക്കിലാണെങ്കിൽ അവിടെ ആയാലും വിരോധമില്ല. അതാണ് അസ്തുഗീലേത്യുദാരം അസ്തു ആയിക്കോട്ടെ, സംഭവിച്ചോട്ടെ എന്നാണ് പറയേണ്ടത്. എങ്ങനെയാ വെച്ചാൽ അങ്ങനെ നിങ്ങൾ നിശ്ചയിക്കണ പോലെ. പ്രത്യേകിച്ച് തനിക്ക് ഒരഭിപ്രായമില്ല. എന്താ കാരണം? ഏത് സന്യാസിയാണ്, എവിടെയായാലും തനിക്ക് ഒരുപോലെയാണ്. ഇനി അനവധി യാദവന്മാർ ജയമായിട്ട് ഘോഷമായിട്ടുണ്ടെങ്കിലും തന്നെ ബാധിക്കില്ല. കന്യാഗ്രഹത്തിലായാലും തനിക്ക് വിഷമില്ല, വേറെ എവിടെ ആയാലും തനിക്ക് ഒരുപോലെയാണ്. ആ വാക്കം കൊടുക്കും. അതെങ്ങനെ ഉവാറായപ്പോ ഭഗവാൻ ജ്യേഷ്ഠനെയും കൂട്ടിക്കൊണ്ടാ പോണത്. ജ്യേഷ്ഠൻ അടിയം പറയാം, പറയുമ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അങ്ങും കൂടി പറയണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പറയണോ എന്ന് വിചാരിച്ചിട്ടല്ല, ഒരു അങ്ങ് പറയണോണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ട്, കൃഷ്ണൻ പറയുമ്പോൾ പോരായ്മ വരില്ല, അല്ല അങ്ങനെ വെക്കണ്ട. ആര് പറയുമ്പോഴും ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇല്ല എന്നും ബലരാമനെയും കൂട്ടിക്കൊണ്ടു പറയണത് കേൾക്കാൻ, താൻ പറയണത് കേൾക്കാനല്ല കൂട്ടിക്കൊണ്ടു. യഥാർത്ഥത്തിൽ എന്താ സന്യാസി എന്താ പറയണേ എന്നുള്ളതാ. ഇതാണല്ലോ പ്രധാനമായിട്ട് അല്ലേ. ഭംഗിയായിട്ട് ഭഗവാൻ പറയുക കഴിഞ്ഞപ്പോൾ ഈ സന്യാസി അസ്തുകീല ആയിക്കോട്ടെ അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ല. അസ്തു ആയിക്കോട്ടെ എന്നാ. അതാണ് ഉദാരം ജഗാദ, ഉദാരം ഉത്കൃഷ്ടമായിട്ട് പറഞ്ഞു പോകുന്നു. ഇതങ്ങോട്ട് കേട്ടപ്പോ ബലരാമനുണ്ടായൊരു ബഹുമാനല്ലേ, അതിയോഗ്യനായുള്ള സന്യാസി തന്നെ അല്ലേ. കന്യാപുരത്തിലായാലും വേണ്ടില്ല, തനിക്ക് എവിടെയായാലും വേണ്ടില്ല, എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. ഈ രവിതപർവത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴും കന്യാപുരത്തിലിരിക്കുമ്പോഴും വേറെ എവിടെ ഇരുന്നാലും തനിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. മനസ്സ് അത്രയും നിയന്ത്രിച്ചിട്ടുണ്ട്, അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. ബലരാമന് വളരെ ബഹുമാനം തോന്നി ആ വാക്ക് കേട്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൃഷ്ണ കേട്ടോ പറയണത്, സന്യാസി പറയണത് കേട്ടില്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. ഇങ്ങനെ ഒരാളില്ല സന്യാസി പോലെ. അതുകൊണ്ടൊരു കാര്യം, ഇങ്ങോട്ട് താമസിക്കണ്ട, അദ്ദേഹത്തിനെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അതിനപ്പോൾ കൃഷ്ണൻ തന്നെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൃഷ്ണൻ മതി. ഇത് തന്നെയല്ല, ഇത്രയും മഹാനായിട്ടൊരാളെ ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവച്ചാൽ ഭംഗിയാണോ? ദ്വാരകയിൽ മറ്റു പലരും ഉണ്ട് ഇല്ലേ? ആരെങ്കിലും പറഞ്ഞതാ ആ സന്യാസി ഉണ്ട് അവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ് വേറെ വല്ലവരെയും പറഞ്ഞയച്ച് കൊണ്ടിരിക്കുക. അത് ഭാഗ്യ കൃഷ്ണൻ തന്നെ കൂട്ടിക്കൊണ്ടുവരണം, അങ്ങോട്ട് കൊണ്ടുവരിക. അതിനൊരു കാര്യം ചെയ്യാം, ഞാനിതിന് മുമ്പ് അങ്ങോട്ട് ചെന്നിട്ട് ദ്വാരകാവാസികളോടൊക്കെ ഒന്ന് പറയാം, എന്നുള്ള സന്യാസി പറഞ്ഞിട്ടുള്ളത് അതിയോഗ്യനായുള്ള സന്യാസിയാണ് എന്നെല്ലാവരും ഇപ്പം ആരും അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ കുറച്ച് പേരല്ലേ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ അല്ലേ? ദ്വാരകയിലുള്ളവരാരും അറിഞ്ഞിട്ടില്ല. ദ്വാരകയിലുള്ളവരോട് പറയുന്നു തന്നെയല്ല, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കേമായിട്ടൊന്നും സൽക്കരിക്കണ്ടേ? അല്ലേ? ആ കന്യാപുരത്തിലേക്ക് പോണ വഴിയില്ലേ, ഇവിടെ നിന്ന് പുറപ്പെട്ടല്ലേ, ആ വഴിയിലൊക്കെ വളരെ കേമായിട്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ പാകത്തിന് വേണം. എല്ലാവരോടും പറയണം. അതിൻ്റെ ആ സമീപത്തുള്ള ഗൃഹങ്ങളിലുള്ള ആളുകളൊക്കെ പറയാം, അതിയോഗ്യയാണ് സന്യാസിയാണ് ഇതിൽ വരണത്, വരുമ്പോൾ കേമായിട്ട് എല്ലാവരും ഒന്ന് ബഹുമാനിക്കണം. എന്താ കേമായിട്ടൊന്നും വേണ്ട, സന്യാസിക്ക് ഇപ്പം എന്തായാലും വലിയ വിരോധമൊന്നുമില്ല.
പിന്നെ അവർക്കാണ് വേണ്ടത്. സന്യാസിയൊക്കെ അവിടെ വരുമ്പോൾ അദ്ദേഹത്തിനെ കേമായിട്ട് ആദരിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം അവർക്കാണ്. അതുകൊണ്ട് അവരോടൊക്കെ പറയാം, സന്യാസി ഇതിലേ വരുന്നുണ്ട്, ഈ വഴി കൂടിയാണ് വരുന്നത്, ആ വഴിയിലുള്ള ആളുകളൊക്കെ ഒന്ന് കേമായിട്ട് ബഹുമാനിക്കുക. ഒന്നൊരു വിളക്ക് കൊടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പൂർണ്ണ കുംഭം വയ്ക്കുക, എല്ലാവരും തൊഴുത് നിൽക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ഇത് പറയാം. എന്താ കൃഷ്ണ വേണ്ടേ? വേണ്ടതാണ്. എന്നാൽ ഞാൻ ആദ്യം അങ്ങോട്ട് പോവാം. കൃഷ്ണൻ ഈ സന്യാസിയെ കൂട്ടി അങ്ങോട്ട് വരിക. എന്താ എന്നാ കൃഷ്ണ ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇവരുണ്ടല്ലോ എൻ്റെ കൂടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? വല്ലോ ഒന്നുമില്ല. കൃഷ്ണൻ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ അവിടുന്ന് വരകയിലേക്ക് പോയി. ഏനം ത്വമേവ നഗരിന്നയ ബാലികാമപ്യജ്ഞാപയേധി ഹലിനോ വജസൈവ ശൗരീ സഖലു കൗക്കുടികം മുനിന്ദം യതിന്ദം ഭമാവിദർഭസുതയോ വിദിതം നിനായ ഹരിന വജസൈവ ശൗരീ. ഹരിയുടെ വാക്കുഹേതുവായിട്ട് ശൗരി ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇത്രയും കഴിഞ്ഞ് ബലരാമൻ അവിടെ പോയില്ലോ, കുറച്ച് അകലേക്ക് പോയി. ഇവരെല്ലാവരും പോയി, ബലരാമൻ്റെ കൂടെയുള്ള യാദവന്മാരും പോയി അല്ലേ, എല്ലാവരും പോയോ നോക്കി ഭഗവാൻ പോയോന്ന്. പോവണല്ലേ? പോട്ടെ അല്ലേ, പോണവർ പോട്ടെ. ഏതായാലും ഈ ചേച്ചിക്ക് അതുകൊണ്ട് നിന്ന് കുറച്ച് അകലേക്ക് അങ്ങനെ പോയി അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് ഇല്ല എന്ന് മനസ്സിലായി. കുറച്ച് അകലേക്ക് പോവുക കഴിഞ്ഞപ്പോൾ ഭഗവാൻ നോക്കി, ആരും ഇല്ല അവിടെ. നയപ്പോൾ വേഗം അർജുൻ്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് പോയി. വന്നുകൊണ്ട് അർജുന ഇതെന്തേത്, ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അർജുനനെ പോലെ ഇത്രയും സാമർഥ്യമുള്ള ഒരാളില്ല എന്ന് വേണം പറയാൻ. എന്താ അഭിനയം! ജ്യേഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിനെ പോലും ഭ്രമിപ്പിച്ചില്ലേ. അദ്ദേഹത്തിന് ഒരുവിധം ആരെ കണ്ടാലൊന്നും മനസ്സിന് മാറ്റം വരുന്ന ആളല്ല. അർജുനനെ അങ്ങോട്ട് കണ്ടപ്പോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം മുഴുവൻ മാറി. ഞാനിങ്ങനെയല്ല വിചാരിച്ചിരുന്നത്, എന്തെങ്കിലും അബദ്ധാവുന്ന വിചാരിച്ചിരുന്നത്. ജ്യേഷ്ഠനെ അറിയണ ആളല്ലേ അർജുന? അല്ല, നിന്നെ അറിയില്ലേ നല്ലോണം അല്ലേ? കണ്ടിട്ടെങ്ങാൻ അബദ്ധാവോ എന്നൊക്കെ സംശയിച്ചു ഞാൻ. ഇന്ന് തന്നെയല്ല അതിഗംഭീരമായിട്ട് തോന്നും എന്ന് മാത്രമല്ല, അതൊക്കെ സാരമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്താ അവിടെ വന്നിട്ട് നിന്നെ ഒന്ന് നമസ്കരിക്കേണ്ട വന്നില്ല നിനക്ക്. ഞാനന്ന് വിചാരിച്ചിട്ട് പോലുമില്ല നിന്നെ ഞാൻ നമസ്കരിക്കേണ്ട വരുന്നുള്ളത്. നമസ്കരിക്കേണ്ടിരുന്നിടത്ത സ്ഥിതി എന്താ? ജ്യേഷ്ഠൻ എന്താ തോന്നുക? എന്തായാലും ഏത് വേഷം കെട്ടിയാലും അതിനനുസരിച്ചൊന്ന് മാനിക്കണമല്ലോ. നിന്നെ ഈ വേഷം കെട്ടിയപ്പോൾ ഇല്ലേ, വിഷമൊന്നുമില്ല. ഇനി ഒരു കാര്യം, ഇനി ദ്വാരകയിലേക്കാണ് പോണേ. കുറച്ചും കൂടി മനസ്സിരുത്തി പോകും. അവിടെ പലരും ഉണ്ട്, പല ആളും ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി വേണേ അങ്ങോട്ട് പോവാം, താമസിക്കേണ്ട. ഇനി അങ്ങോട്ട് പോയി ജ്യേഷ്ഠൻ അവിടെ ചെന്ന് എല്ലാവരോടും ഈ വൃത്താന്തം പറയും. നിങ്ങൾ സന്യാസി വരുന്നുണ്ട്, മഹായോഗ്യനായിട്ടുള്ള ആളാണ് വരണത്, എല്ലാവരും ബഹുമാനിക്കണം എന്ന് എല്ലാവരോടും പറയും അല്ലേ. നമുക്കങ്ങോട്ട് ചെന്ന് ആ കന്യാഗ്രഹത്തിലേക്ക് അങ്ങോട്ട് പോകാം. കന്യാപുരത്തിൽ അവിടെ ചെന്ന് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ആ ഉദ്യാനത്തിൽ അവിടെ അനുവദിക്കാം. പോവാറായാൽ പോവാം, താമസിക്കേണ്ട. ഇനി തന്നെയല്ല, ഞാനിവിടെ ഇങ്ങനെ വെറുതെ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ ഇടവരണ്ട. എല്ലാവരും പോവുക കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൻ്റെ അടുത്ത് സന്യാസി എന്നുള്ള നിലയ്ക്കല്ല അപ്പോഴേ ഇതാരെങ്കിലും കണ്ടാൽ വൈഷമ്യാവുകയും ചെയ്യും. അതുകൊണ്ട് പോവല്ലേ അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമൻ്റെ വാക്ക് എന്താണ്? ഏനം ത്വമേവ നഗരിന്നയ. അല്ലേ കൃഷ്ണ,
ഇദ്ദേഹത്തിന് കൃഷ്ണൻ തന്നെ ആ രാജധാനിയിൽ കൂട്ടിക്കൊണ്ടുവേണം, കൃഷ്ണൻ തന്നെ വേണം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ വേണം. എന്താ? ബാലികാമപി ആജ്ഞാപയാ, ബാലികയോടും പറയാ, ബാലിക സുഭദ്ര അവിടെ കന്യാഗ്രഹത്തിൽ കൊണ്ടുനിരുത്തി സുഭദ്രയോട് പറയണം എന്താണ് ഇദ്ദേഹത്തിനെ പരിചരിക്കണം എന്നുള്ള വിഷയം സുഭദ്രയെ പറഞ്ഞു ധരിപ്പിക്കണം. എന്താ അത്? എന്തിനാ ഇതാണെങ്കിൽ കൃഷ്ണൻ തോന്നും, കൃഷ്ണനോടോ കൃഷ്ണൻ തന്നെ വേണം പറയാൻ. ഞാൻ അവിടെ പോയി പറഞ്ഞാൽ ചിലപ്പോൾ സുഭദ്രയ്ക്ക് അങ്ങനെ അത്ര തൃപ്തിയാവില്ല. ഒരുവിധം ഈ യൗവനാരംഭമായിട്ടുള്ള ആർക്കെങ്കിലും ഈ സന്യാസിയെ പരിചരിക്കാൻ മോഹം ഉണ്ടാവുള്ളൂ. ഒരുവിധം യൗവനായിട്ടുള്ള ഒരുത്തിക്കും ഒരു സന്യാസിയോട് ബഹുമാനം ഉണ്ടാവില്ല, വെറുതെ തോന്നുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ സുഭദ്രയുടെ മനസ്ഥിതി എന്താണെന്ന് നിശ്ചയില്ല. ഞാൻ അവിടെ ചെന്ന് ഈ സന്യാസിയെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ജ്യേഷ്ഠന് വേറെ ഒന്നുമില്ല, ഇതാണ് എന്നോട് പറയാനുള്ളത് എന്നാ ചിലപ്പോൾ തോന്നുക. പറയില്ലായിരിക്കും, നേരിട്ട് പറയില്ല, പക്ഷേ ചിലപ്പോൾ ഉള്ളിലങ്ങനെ തോന്നിയാലോ. പക്ഷേ കൃഷ്ണൻ പറയുമ്പോൾ അങ്ങനെ തോന്നില്ല. കൃഷ്ണൻ അതിന് പാകത്തിന് പറയാറിയാം. ഇത് തന്നെയല്ല, സുഭദ്രയായിട്ട് കുറച്ചധികം കൃഷ്ണൻ അടുപ്പുണ്ടെന്നല്ലേ വെച്ചേക്കണം. എനിക്ക് അടുപ്പില്ല കേട്ടോ, എൻ്റെ സഹോദരിയെന്ന് തന്നെ ഞാൻ വെച്ചേക്കണത്. പക്ഷെ അങ്ങനെയല്ല, കൃഷ്ണൻ കുറെ അധികം ലാളിക്കാറുണ്ട്. ആ നിലയ്ക്ക് കൃഷ്ണൻ എന്തു പറഞ്ഞാലും അത് അതേപോലെ അനുസരിക്കും. അതുകൊണ്ട് കൃഷ്ണൻ ചെന്ന് ബാലികാമപി ആജ്ഞാപയ പറഞ്ഞാൽ പോരാ, ആജ്ഞാപിക്കണം, കൽപ്പിക്കുക തന്നെ വേണം. ഇതിൻ്റെ കുറച്ച് ശാസന വേണം, അതാണ് കൽപ്പിക്കുക എന്ന് പറയുന്നതുകൊണ്ട്. നിർബന്ധപൂർവമായിട്ട് വേണം. അതല്ലാണ്ട് ഇതൊന്ന് ചെയ്യട്ടോ എന്ന് പറഞ്ഞാൽ അതെയോ പറ്റിയെങ്കിൽ ചെയ്യാം എന്നല്ല, ചെയ്തോളണം നോക്കണം, എന്നാലേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതെങ്ങനെ വേണം, ഭംഗിയായിട്ട് പറയണം. അതാണ് പറയാൻ കാരണം. കൃഷ്ണൻ പറയുമ്പോൾ കൽപ്പനയാണെങ്കിലും വേണ്ടില്ല, അത് വളരെ ഭംഗിയായിട്ട് തോന്നും. അപ്പം എന്താ ചെയ്യണം തോന്നും, ചെയ്യണം. ചിലർ പറയുമ്പോൾ അങ്ങനെയില്ലേ, ചില ആൾ പറയുമ്പോൾ ഭംഗിയായിട്ടാണ് പറയണമെന്നാണ് അതിൽ വെച്ചേക്കണത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വേണ്ട സാധ്യമല്ലാന്ന് തോന്നും അല്ലേ. ചിലരുടെ പ്രകൃതം അങ്ങനെയാണ്. ഇനി ചെയ്യാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമായാലും വേണ്ടില്ല, ചിലർ വന്ന് ഭംഗിയായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ചെയ്യാണ്ടേ, അതെങ്ങനെ പറയുമ്പോൾ എങ്ങനെ ചെയ്യാണ്ട് എന്ന് തോന്നും. അതുകൊണ്ട് കൃഷ്ണൻ ആജ്ഞാപയാ കൽപ്പനയായിട്ട് തന്നെ വേണം, അത് നിർബന്ധപൂർവം പറയണം. ഇദ്ദേഹത്തിനെ ഭംഗിയായിട്ട് പരിചരിക്കണം എന്നുള്ളത് എങ്ങനെയാണ് പറയേണ്ടത് കൃഷ്ണൻ അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് ഹരിന വചസ ബലരാമൻ്റെ വാക്ക് അങ്ങനെയാവാം. അത് കഴിഞ്ഞ് അർജുനൻ പോവുക. അർജുനൻ പുറപ്പെട്ടു. ഈ സന്യാസിയാണ് പോണതേ. സന്യാസി പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാവ്യവസ്ത്രമാണല്ലോ ധരിക്കുക. ഇങ്ങനെയാണ് കാവ്യവസ്ത്രം ധരിച്ച് മേലും പുറത്ത് ശിരസിൽ കാവ്യവസ്ത്രം അങ്ങനെ മുകളിൽ ശിരസിലിടണമെന്നാണ് നിയമം. അത് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ദണ്ട്, ഒരു കയ്യിൽ കമണ്ടലു, ഇങ്ങനെയൊക്കെയാണ് പോണത്. ഇങ്ങനെയാണ് ആ ദണ്ടിൻ്റെ തലയ്ക്കൽ കൗപീനം കെട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് സാധാരണ. എന്നിട്ട് ഇതും പിടിച്ചുകൊണ്ടാണ് പോവുക. തന്നെയല്ല അവിടെ നിന്ന് പുറപ്പെട്ടു. ഭഗവാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ നടക്കുന്നു. അർജുനൻ പിന്നാലെ ഇങ്ങനെയാണ് സഞ്ചരിക്കണത്. സഞ്ചരിച്ച് കുറച്ചങ്ങോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ ഒരാൾ സന്യാസി വരുന്നുണ്ട്. അവിടെ പ്രസിദ്ധമായല്ലോ. ആ സന്യാസിയെ കാണാൻ വേണ്ടി കുറച്ച് ആൾ അവിടെ ഇങ്ങനെ കാത്തുന്നുണ്ട്. ആ പറഞ്ഞ ആളല്ല, ബലരാമനാണ് പറഞ്ഞത്. അതിയോഗ്യനായുള്ള സന്യാസി വരണോ, മഹായോഗ്യനാണ്. അയോഗ്യനായുള്ള സന്യാസിയോ? സന്യാസിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇത്രയും പരമയോഗ്യനാണ്. ഇവിടെ കൊണ്ട് ചാതുർമാസ്യമൊക്കെ നിർവഹിക്കണോ എന്നാ സന്യാസി ഒന്ന് കാണണല്ലോ, കാണണം എന്ന് വിചാരിച്ചും കൊണ്ട് കുറച്ച് ആളുകൾ ആ പോണ വഴിയിൽ തന്നെ ആ ഗോപുരത്തിലേക്ക് എത്തണതിന് മുമ്പ് തന്നെ അവിടെ കാത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്.
ഈ ഭഗവാൻ മുമ്പിൽ അർജുനൻ പിന്നാലെ നടന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇവരെ കണ്ടപ്പോൾ അർജുൻ അയ്യോ. എന്താണെന്ന് വെച്ചാൽ ഈ ദ്വാരകാവാസികളെയൊക്കെ അർജുനൻ അറിയും, എല്ലാവരും അറിയണതാ. അറിയണ ആളുകളാണ് നിൽക്കണത്. അറിയണ ആളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയാൽ ചിലപ്പോൾ അർത്ഥവും അറിയണവരിത് ഏതാ ഈ സന്യാസി ഒരു കണ്ടുപിടിച്ച് ഉണ്ടല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിയ അബദ്ധാവും ഇല്ലേ. അപ്പോൾ ആളെ കണ്ടപ്പോൾ അർജുനൻ അവിടെ നിന്നു, അങ്ങോട്ട് മുന്നിലേക്ക് പോകണില്ല. ഈ നിന്നു എന്ന് മാത്രമല്ല, പിന്നെ അവിടുത്തെ യാത്രയ്ക്ക് മാറ്റം വന്നു. എന്താണെങ്കിൽ പിന്നെ അങ്ങനെ പോണത് എങ്ങനെയാ? ലാലാടിക സകലുക ഉക്കുടിക. ലാലാടികനായിട്ട് ആരാ? ലാലാടികൻ എന്ന് പറഞ്ഞാൽ ശിഷ്യനായിട്ടുള്ള ആളാണ് ലാലാടികൻ. പിന്നെയോ കൗക്കുടികനായിട്ടാണ് സന്യാസി. കൗക്കുടികൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണെങ്കിൽ സാധാരണ നിലയ്ക്ക് സന്യാസിമാർ അങ്ങനെ നടക്കണം എന്നാണ്. കൗക്കുടികനായിട്ട്, കൗക്കുടികൻ എന്ന് പറഞ്ഞാൽ കുക്കുട പദവിന്യാസത്തിങ്കൽ സഞ്ചരിക്കണം എന്നാണ്. അതാണ് കൗക്കുടികൻ. കുക്കുടോ? ആ കുക്കുടം. കുക്കുടം എന്ന് പറഞ്ഞൊരു പക്ഷി. അത് ഏതാ പക്ഷി എന്നുള്ളത് അത്രയും ധരിച്ചാൽ മതി, ഞാൻ കൂടുതൽ ധരിക്കണ്ട. ആ പക്ഷി നടക്കണത് പോലെ വേണം. ആ നടക്കണതിന് വിശേഷമുണ്ടോ? ഇനി നോക്കുക ഇല്ലേ, അവിടെയൊക്കെ കുറേ എണ്ണം നടക്കണമെന്നാറില്ലേ ഇല്ലേ? അത് മനസ്സിലെടുത്താൽ എന്താ ഇത് നടക്കുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇനിയെങ്കിലും നോക്കിയാൽ അറിയാം. എന്താ അതെന്നല്ലേ? ആ പക്ഷി നടക്കാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ കാല് നല്ലോണം അങ്ങോട്ട് പൊക്കും. പൊക്കണ കണ്ടാൽ തോന്നും ഓ നല്ലോണം കാല് പൊക്കിയുണ്ട്, ഇനി അകലക്കാൻ എടുത്തു വെക്കുന്ന തോന്നുക അല്ലേ? കാല് നല്ലോണം പൊക്കിയാൽ എടുത്തു വെക്കണ അവിടെ തന്നെയാണ്. ഇതാണ് സാധാരണ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നോക്കിയോളൂ, ഇങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത് നോക്കിയാൽ അറിയാം. പൊക്കണടത്തോളം അകത്തേക്ക് വെച്ചില്ല. സ്വന്തം അതിൻ്റെ കാല് ചെറുതാണ് എങ്കിലും വേണ്ടില്ല, നല്ലോണം പൊക്കി അവിടെ തന്നെ വെക്കും. സന്യാസിയും ഇങ്ങനെ വേണമെന്നാണ് നിയമം. ഇത് തന്നെയല്ല, കീഴ്പോട്ട് നോക്കിയിട്ട് നടക്കാവൂ. സന്യാസി ഇതൊക്കെ പിടിച്ചും കൊണ്ട് കീഴ്പോട്ട് നോക്കി നടക്കണം എന്നാണ്. എന്താ ഈ കീഴ്പോട്ട് നോക്കി നടക്കാൻ കാരണം? ഈ കാല് പൊക്കിയിട്ട് നോക്കണം ഇനി എവിടെയാണ് കാല് വെക്കേണ്ടതെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആ വെക്കണ ദിക്കിൽ എന്തെങ്കിലും ചെറിയ ജീവികൾ വല്ലതും ഉണ്ടോ? അപ്പോൾ ജീവികളില്ല എന്ന് ഉറപ്പായിട്ടേ കാലം അവിടെ വയ്ക്കാവൂ. ഇതാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ സഞ്ചാരം കൊണ്ട് ഭൂമിയെങ്കിലുള്ള ഒരു ജീവിക്കും ഒരു തരത്തിലുള്ള നാശവും സംഭവിക്കരുത്. അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം എന്നാണ്. ഇതാണ്. അപ്പോൾ കീഴ്പോട്ട് നോക്കി കാല് നല്ലോണം പൊക്കി കുറച്ചു നേരം നിന്ന് അവിടെ എടുത്തു വയ്ക്കും. അത് കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ മറ്റേ കാലുകൾ നല്ലോണം പൊക്കി എടുത്തു വയ്ക്കും. ആദ്യം ഭഗവാൻ ഒന്നിച്ചിട്ട് നടന്നതാണേ. കുറച്ചിങ്ങോട്ട് നടന്ന് നോക്കിയപ്പോൾ അർജുനൻ വരാനാവില്ല. എന്താ അവിടെ നിൽക്കണേ? അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വന്നു. ഇതെന്താ അവിടെ നിൽക്കണത് ചോദിക്കാൻ നിർത്തിയുണ്ടോ? എന്താ എന്ന് തന്നെയല്ല ചോദിച്ചാൽ ഒന്നും പറയില്ല, വയ്യാനാണ്. ഇത് തന്നെയല്ല പിന്നെ അഭിപ്രായം അറിയണേ എന്ത് വേണം? സന്യാസിയുടെ മുഖത്ത് നോക്കി അഭിപ്രായം. ശിഷ്യൻ്റെ അതാണ്. ശിഷ്യരെങ്ങനെ വേണം? ഗുരുനാഥൻ്റെ മുഖത്ത് നോക്കി ഗുരുനാഥൻ്റെ അഭിപ്രായം അറിയണം എന്നാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രവർത്തിക്കുകയല്ല. ഇതാണ് നിയമം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കുക? മുഖം ഇങ്ങനെ പിടിച്ചേക്കാന്ന് വെച്ചാൽ നേരെ നോക്കാം. കീപ്പോട്ട് നോക്കി നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് വേണം? മുമ്പിൽ നിൽക്കുന്ന ആള് ഇങ്കര എഴുന്നള്ള എന്ന് പറഞ്ഞ് നടക്കാണ്ട് വേണം. പിന്നെ നടക്കണില്ല. അവന് വരുമ്പോൾ എന്താ അഭിപ്രായം അറിഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ നോക്കണം. വേണ്ടേ? ഇങ്ങനെ നോക്കിയാലേ അറിയൂ. അപ്പോൾ ശിഷ്യൻ ഇങ്ങനെ നോക്കണം കാണണമെങ്കിൽ അല്ലേ? എന്നിട്ടോ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ലലാടത്തിൽ നെറ്റിത്തടത്ത് നോക്കി അഭിപ്രായം അറിയണം. നെറ്റിത്തടയെ കാണില്ലേ, മുഖം കാണാൻ പറ്റില്ല. നെറ്റിയുമ നോക്കിയാൽ അഭിപ്രായം അറിയില്ല. അഭിപ്രായം അറിയണേ മുഖത്ത് നോക്കണം. വേണ്ടേ? ഇങ്ങനെ നോക്കുമ്പോൾ കട്ടിക്ക് നെറ്റിത്തടയെ കാണുള്ളൂ, മുഖം കാണാൻ പ്രയാസ. അതാണ് ലാലാടികനാവുന്നത്. ഭഗവാൻ നടക്കണില്ല, നടക്കാണ്ടാണ് അതൊക്കെ പറയണ്ടോ? ഒക്കെ പറയാൻ നിർത്തിയില്ല. കാരണം മറ്റുള്ളവർ കേൾക്കും. താൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്താ ഈ സന്യാസിയോട് പറയണത്, എന്താ പറയണേ തോന്നില്ലേ? അപ്പം അടുത്ത ചെന്നിങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ ഒരു കാലെടുത്ത് വയ്ക്കും. കഴിഞ്ഞാൽ മറ്റേ കാലത്തിന് അങ്ങനെ വന്നപ്പോഴാണ്
യാദവന്മാരെ അതാണ് നടക്കാത്തതല്ലേ. ഇവിടെ നിൽക്കുകാരനാ. വേഗം ഭഗവാൻ അങ്ങോട്ട് മാറേ നിങ്ങൾ എന്താ അവിടെ നിൽക്കണേ? അങ്ങോട്ട് മാറേ ഇവരെയൊക്കെ രണ്ട് ഭാഗത്തേക്ക് മാറ്റി അങ്ങോട്ട് നിൽക്കാൻ ആളുകളെയൊക്കെ കുറച്ച് അകലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ പിന്നെ സാവധാനത്തിൽ കാലെടുത്ത് വയ്ക്കുക, മുഖത്തേക്ക് നോക്കുക. ഇങ്ങനെയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. കൃഷ്ണൻ ഇത്ര വിചാരിച്ചില്ല. അയ്യോ ഇതിവിടെ നിന്ന് ഈ രൈവതക പർവ്വതത്തിങ്കിൽ നിന്ന് പോയി രാജധാനിയിലെത്തി കന്യാപുരം വരെ എത്തണം. ഇങ്ങനെ ഇതിൻ്റെ മുമ്പ് ഈ പിന്നെ ഒരു ഇങ്ങനെ നല്ലാന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ നടുവൊരു ഭാഗമാവും അല്ലേ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാനിതിന് പുറപ്പെടില്ലായിരുന്നു. എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഒരു സന്യാസി ഞാൻ എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ടില്ല. ആദ്യമായിട്ട് എഴുന്നള്ളിപ്പിക്കലാണത്. ഇതിങ്ങനൊരു വൈഷമ്യമുണ്ട്. ആരുമില്ല. അവരെയൊക്കെ മാറ്റി നടക്കങ്ങട് അതൊക്കെ പറയും. ഇത് കഴിഞ്ഞാൽ ആദ്യം രണ്ടുമൂന്ന് എടുത്തു വയ്ക്കും. അത് ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കും. അങ്ങനെ കഷ്ടിച്ച് നടന്ന് ഗോപുരം വരെ എത്തി. ഗോപുരത്തിയപ്പോൾ ആളാണ് അനവധി ആളായി. ആളിങ്ങനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക. അവർ അടുക്ക വന്ന് കാണാൻ ഇടവരരുതെന്നുണ്ട്. അതിനാണ് അടുക്ക എത്തിയപ്പോൾ അവിടെ നിന്നാൽ ഭഗവാൻ മാറൻ ആളെ മാറ്റി അവർ അകലേക്ക് മാറിയാൽ കുറച്ച് നടക്കും. ഈ നടക്കണത് ഇങ്ങനെ തന്നെയാണ്. ഒരു കാല് പൊക്കി അവസാനം നടക്കുള്ളൂ. അങ്ങനെ നടന്ന് ഗോപുരത്തിൻ്റെ അവിടെ എത്തി ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. സമാധാനമായി. ഇനി വലിയ വിഷമമില്ല. ഗോപുരത്തിൻ്റെ ഉള്ളിൽ കിടന്നുല്ലോ. സാധാരണ ജനങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴോ ഇതുവരെയൊക്കെ സാധാരണ യാദവന്മാരാണ്. ഉള്ളിൽ കയറിയപ്പോൾ പ്രധാനികളായുടെ യാദവന്മാരാണ് നിൽക്കണത്. അവിടെ ഒക്കെ നല്ല പരിചയമുള്ള ആളുകളാണ്. അങ്ങനെ ആളെ കണ്ട പിന്നെ അവിടെ ഇതിങ്ങനെ പിടിച്ചേക്കുക. മുഖം കാണില്ലല്ലോ. ഈ മുഖം കാണാണ്ടിരിക്കാനാണ് മനസ്സിരുത്തുന്നത്. അതിനാണ് ഈ തല താഴ്ത്തിക്കുന്നത്. അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല. അല്ല മുഖം ഇത് തന്നെയല്ല. ഇങ്ങാനും വല്ലൊരു മനസ്സിരുത്തി കാണുന്നുണ്ടോ? മനസ്സിരുത്തിയിട്ട് ഈ ദണ്ടുണ്ട് അതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ദണ്ടിൻ്റെ മുകളിൽ കൗപീനാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ മുഖം നല്ലോണം കാണില്ല. അതിന് വേണ്ടി തലയും താഴ്ത്തി പിടിച്ചാൽ ഇത് തന്നെ മുഴുവൻ കാവ്യ വസ്ത്രം കൊണ്ട് മൂടിയുണ്ട്. തലയും ഇതുവരെ മൂടിയുണ്ട് അല്ലേ. അപ്പോൾ കഷ്ടിച്ച് മുഖം മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. ഇങ്ങനെയാണ് പോണത്. മഹാദേവന്മാരെ കണ്ടപ്പോൾ ആദ്യം അറിഞ്ഞു അവിടെ നിന്നു. എനിക്കിപ്പോൾ മഹാദേവന്മാരാണ് ഇവിടെ നിൽക്കണം അല്ലേ. ഒന്നുകൂടെ അങ്ങോട്ട് മാറ് സന്യാസിയാണ്, ഇദ്ദേഹത്തിന് ആരെയും കാണാൻ ഇഷ്ടമല്ല, അങ്ങോട്ട് മാറ് അവരെ മാറ്റി. അങ്ങനെ മാറ്റി കുറച്ചും കൂടി നീങ്ങിയപ്പോൾ പിന്നെ അർജുനാണ് അനങ്ങണില്ല. അവിടെ തന്നെ നിൽക്കുക. എന്ത് ചെയ്തിട്ട് നോക്കിയപ്പോഴാണ് യാദവ സ്ത്രീകളാണ് അനവധി കാണാനായിട്ട് വന്നേക്കണത്. യാദവന്മാർ അവരെന്താ സന്യാസിയാ കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോഴാണ് അനങ്ങൾ എന്താണല്ലേ ഈ പുരുഷന്മാരെ പോലെ അല്ല സ്ത്രീകൾ. വേഗം ആളെ തിരിച്ചറിയും. നോക്കിയിട്ടുണ്ടോ? ഒരു സ്ത്രീക്ക് എവിടെയെങ്കിലും ഒരുത്തനെ കണ്ടാൽ പിന്നെ മക്കില്ല. ഇയാളെ അവിടെ അന്ന് കണ്ടതല്ലേ, അയാളല്ലേ ഇയാളെന്നാ ചോദിച്ചറിയപ്പോൾ എവിടെ ഏത് സ്ത്രീ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച് എന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മ ഉണ്ടാവും. അത്ര സാമർത്ഥ്യം. ഇനി മുഴുവൻ ആകൃതി എന്നല്ല ഒക്കെ അറിയാം. അന്ന് അങ്ങനെയാ വന്നിരുന്നല്ലേ. ഇന്നെന്താ ഇങ്ങനത്തെ വേഷം? അന്ന് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത്ര വരെ പറയാൻ കഴിവുള്ളവരാ. അവരെ കണ്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? അപ്പോഴാണ് കണ്ടോ ഭഗവാൻ യാദവ സ്ത്രീകളെ അവരൊക്കെ ഒന്ന് മാറിയൻ അങ്ങോട്ട് മാറിയൻ. അദ്ദേഹത്തിന് സ്ത്രീകളെ കാണുക വയ്യ. അറിയില്ല, സന്യാസിയൊക്കെ വരുമ്പോൾ സ്ത്രീകളൊക്കെ വന്ന് നിൽക്കുക. അവർ കഷ്ടിച്ച് അങ്ങോട്ട് കുറച്ച് അകലേക്ക് മാറ്റി അങ്ങനെ നടന്നു തുടങ്ങി. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ ഒരു മാറുന്നില്ല. കുറേ ആളുകൾ മാറാൻ പറഞ്ഞപ്പോൾ മാറി. അതിൽ നിന്ന് കുറേ ആളുകൾ മാറുന്നില്ല. മാറാണ്ട് കണ്ടപ്പോൾ ഇത് ഏതാണെന്നല്ലേ, അത് ഭഗവത് പത്നിമാരാണ്. ഭഗവാനാണ് കൊണ്ടുപോകുന്നത്. ആ സ്വാധീനം കൊണ്ട് മാറാൻ പറഞ്ഞാൽ മാറ്റാനുള്ള ആളൊക്കെ ഉണ്ട്. ഭഗവാൻ മാത്രമല്ല
ദ്വാരകയുടെ ഉള്ളിൽ മാറ്റമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് മാറ്റണത്. ഭഗവാനും മാറാൻ പറയുന്നുണ്ട് അല്ലേ. എങ്കിലും ഇവർ മാറുന്നില്ല. ഇവരവിടെ നിൽക്കുക തന്നെയാണ്. അത് കണ്ടപ്പോൾ നോക്കിയപ്പോൾ യാദവ സ്ത്രീ ഭഗവത് പത്നിമാരാ. ഓ, സാധാരണ സ്ത്രീകളെ പോലെയല്ല. ഭഗവത് പത്നിമാരെ നല്ലോണം പരിചയമുണ്ട് എനിക്ക്. എല്ലാവരും അവരാരെങ്കിലും കണ്ട വിഷമമായി. ഒരാളല്ലേ, പത്നിമാർ കുറേ ഉണ്ട്. 16,000 പത്നിമാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് കാണാൻ വന്നേക്കണത്. അപ്പോൾ അതിലേതെങ്കിലും ഒരുത്തി കണ്ടു കഴിഞ്ഞാൽ 16,000 അപ്പം അറിയും. സ്ത്രീകളങ്ങനെയാണല്ലോ, ഒരാളൊക്കെ അറിഞ്ഞാൽ എല്ലാ സ്ത്രീകളും അപ്പം അറിയും. അങ്ങനെയാണ് സാധാരണ പറയാറ്. ആരെങ്കിലും ഒരു കാര്യം അറിയിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതൊരു സ്ത്രീയെ ഏൽപ്പിക്കുക. എന്നാലോ ആ നാട്ടിൽ എല്ലാ പ്രദേശത്തുള്ളവരൊക്കെ വേഗം അറിഞ്ഞോളൂ. അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ ഇതിലേതെങ്കിലും ഒരുത്തി അറിഞ്ഞാൽ തൻ്റെ കാര്യം അർത്ഥവും. പിന്നെ ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളാന്ന് കൊണ്ടുപോകണത് കഴിഞ്ഞ് നോക്ക് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇവർ മാറാണ്ട കണ്ടപ്പോൾ മാറി നിങ്ങളോട് മാറാം, ഇങ്ങോട്ട് മാറി. അവർ മാറിയപ്പോൾ യാദവ ആ പത്നിമാർ മാറിയപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ടവർ മാറിയില്ല. അങ്ങനെയുണ്ട് ഭഗവത് പത്നിമാരെങ്ങനെയാണ്. 16,000 പത്നിമാർ. അവരോട് എല്ലാവരോടും ഭഗവാൻ ഒരുപോലെയാണ് പ്രത്യേകം എന്നാണ് പറയുക. പക്ഷേ അതിൽ 8 പത്നിമാരോട് കൂടുതലുണ്ടെന്നാണ് ചില കേമന്മാർ പറയണതാണ്. സത്യമാണോ മനസ്സില്ല. 8 പത്നിമാരോട് കൂടുതൽ പ്രത്യേകം ഉണ്ട് എന്ന് പറയും. 8 ആളോട് ഒരുപോലെയാണോ? അല്ല, അതിൽ 5 പേർക്ക് അധികം ഉണ്ടെന്ന്. 5 പേരുണ്ട്, അതിൽ 3 അല്ല 2 രണ്ടിലേതാന്ന് വെച്ചല്ലേ 2 പേരും ഒരുപോലെയാണ്. ഇങ്ങനെയാണ് ഭഗവത് പത്നിമാരുടെ പറയണത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടെന്നല്ല, ഇതിൻ്റെ മറ്റു ചില ആളുകൾ പറയണത്. ഇങ്ങനെയാണല്ലോ സാധാരണ ലോകത്തിൽ. അങ്ങനെയാണ്. അവനവൻ്റെ പത്നിയുടെ അല്ല, മറ്റവൻ്റെ പത്നിയുടെയാണ് അത് അന്വേഷിക്കുക അല്ലേ. അതാണ് പറയണത്. ഭഗവാന്റെ പത്നിമാരെ എങ്ങനെയാണ് അല്ലേ, അതാണ് ആളുകൾ ഇങ്ങനെ പറയണത്. അപ്പോൾ ഈ 8 പേര് മാറിയില്ല. കുറച്ചും കൂടി പ്രാധാന്യമുള്ളവരല്ലേ അവരവിടെ നിൽക്കുന്നത്. ആരാ ബൽക്ക പറയണ്ട്. ഇവിടെ മാറാണ്ട കണ്ടോ ഭഗവാൻ, നിങ്ങളോടല്ലേ മാറാൻ പറഞ്ഞത്. അങ്ങോട്ട് മാറിയെന്ന് തോന്നുന്നു. ആ 8 ആളെ മാറ്റി. ഭഗവാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇനി വേഗം പോവാം എന്ന് വിജയിച്ച് പോവാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് ഇതിൽ ഭാമാവിദർഭസുതയോ വിദിതം നിനായാ ഭാമ, സത്യഭാമ. ഈ ഇത്രയും ബഹുമാനിച്ചു കൊണ്ടുപോകുന്ന സന്യാസിയെ കണ്ടപ്പോൾ ഭാമയ്ക്കൊരു സംശയം. ഏതാ ഈ സന്യാസി ഏതാ എന്താണെന്നാണെങ്കിൽ ഭാമയ്ക്ക് മുമ്പ് ഒരു സന്യാസിയുടെ കഥ പറയേണ്ടതുണ്ട്. അധികമായിട്ടില്ല, കുറച്ച് മുമ്പ്. അതേത് സന്യാസിയാണ് എന്നാണെങ്കിൽ അർജുനൻ വടവൃക്ഷത്തിൻ്റെ പൊത്തിലിരുന്ന് ഭഗവാനെ സ്മരിക്കുകയുണ്ടായി. കൃഷ്ണ ആവുന്നതും വേഗം വന്ന് രക്ഷിക്കണേ എന്ന് ഭഗവാനെ സ്മരിച്ചു അല്ലേ. ആ സ്മരിച്ച സമയത്തിന് രാത്രി സമയത്താണ് സഹിക്കവയ്യാതെയൊക്കെട്ടുള്ള ആ കാമതാപവും അതിനെല്ലാം മഴയുടെ ശക്തി കൊണ്ട് അങ്ങനെ സഹിക്കവയ്യാണ്ട് ദണ്ഡത്തോടു കൂടിയാണ് സ്മരിച്ചത്. ആ രാത്രി ആ സമയത്ത് ഭഗവാൻ സത്യഭാമയുടെ ഗൃഹത്തിലായിരുന്നു. അവിടെ അന്തപുരത്തിൽ ആ ശയ്യാഗൃഹത്തിൽ അവിടെ വന്ന സമയത്താണ് ഈ സ്മരണ. ആ സത്യഭാമയുടെ ഭവനത്തിൽ നിന്നാണ് ഭഗവാൻ ഇങ്ങോട്ട് പോകുന്നത് അർജുൻ്റെ അടുക്കലേക്ക്. കുറച്ചധികം പ്രയാസപ്പെട്ട് കൊണ്ട് പോരാനായിട്ട്. ഇത് പരമാർത്ഥം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഇത് ഇങ്ങനെ അല്ലാതെ കണ്ടിരിക്കാനൊക്കെ പറഞ്ഞ് നോക്കി, നിവൃത്തിയില്ലാണ്ടായിട്ട് പറയേണ്ട ഒന്ന് എന്താ. ഇങ്ങനെ അർജുനൻ സുഭദ്രയെങ്കിലുള്ള ആഗ്രഹത്തിൻ്റെ ആധിക്യം കൊണ്ട് സന്യാസവേഷം അവലംബിച്ചു. ആ അർജുൻ്റെ അടുക്കലേക്കാണ് പോണത് എന്ന് അന്ന് മതി. വളരെ ഇതായിട്ട് പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാരോടും പറയരുത് കേട്ടോ, ഒരാളോടും പറയരുത്. ഈ സ്ത്രീകളോട് ഒരു കാര്യം പറയാൻ വളരെ സംശയിക്കണം. ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ അപ്പം എല്ലാവരും അറിയും. അതുകൊണ്ട് ഒരാൾ പോലും അറിയരുത്. ആരെങ്കിലും അറിഞ്ഞാൽ ഭാമ പറഞ്ഞിട്ടാണ് അല്ലേ പറയരുത്. ഇങ്ങനെ പ്രത്യേകം പറയുക. കാരണം സത്യഭാമ ആരോടും പറഞ്ഞില്ല.
അല്ലെങ്കിൽ പറഞ്ഞു പോയേനെ. ആ സത്യഭാമയ്ക്ക് സംശയം വന്നത്, ആ സന്യാസിയാണോട്ടത്, ഇങ്ങനൊരു സന്യാസി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതായിരിക്കും. അറിയാൻ എന്താ മാർഗം? അറിയണല്ലോ. വേഗം എല്ലാവരെയും അകലേക്ക് മാറ്റിയപ്പോൾ സത്യഭാമ ഭഗവാന്റെ അടുക്കലേക്ക് വന്നു. അടുക്കലേക്ക് നിന്ന് വല്ലാണ്ട് അടുക്കലേക്കല്ല, കുറച്ചങ്ങോട്ട് അടുക്കലേക്കാണ് തോന്നി. ചെന്നപ്പോൾ ഭഗവാൻ അങ്ങോട്ട് പോവാ, എന്താ? അപ്പോൾ ഭാമ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെയാ, ആ സന്യാസിയാണോ ഈ സന്യാസി എന്ന്. ഇത് വേറെ ആർക്കും മനസ്സിലാവില്ലല്ലോ അല്ലേ? ഈ ഘോഷിയാണെങ്കിൽ വേണ്ട ഇങ്ങനെയാ ഒരു ഇത്രേ ഉള്ളൂ. വാക്കുകൊണ്ട് പറഞ്ഞാലല്ലേ ആളൊക്കെ അറിയുള്ളൂ അല്ലേ? വാക്കുകൊണ്ടല്ലാണ്ട് ഈ ഗോഷ്ഠി ഇങ്ങനെ അപ്പോൾ ആ സന്യാസി, അപ്പോൾ ആ സന്യാസിയാണോ ഈ സന്യാസി എന്നാണ്. ഇതാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് പോണ കാണിച്ചോ ഭഗവാൻ ഇതറിയാനാ വന്നല്ലേ ഈ ഗോഷ്ഠി. അത് കണ്ടപ്പോ ഭഗവാൻ ഒന്നും കൂടി ഇങ്ങനെ തന്നെയല്ലേ. സ്ത്രീകൾ എങ്ങനെയാണ് ഈ സ്വഭാവം നോക്കിയിട്ടുണ്ടോ? അതൊക്കെ ഈ തല കുലുക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? അതാണ്ട് ഉറപ്പിക്കലാണ് ഈ തല കുലുക്കൽ. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നുകൂടി കൂടെ ഓടിക്കിട്ട് പോകും. ഇങ്ങോട്ട് പോര് കഴിഞ്ഞപ്പോൾ ഇത് രുക്മിണി കണ്ടു. എന്ത് കോഷ്ടി കാണിച്ചു അവിടെ പോയിട്ട്? രുക്മിണിക്കൊന്നും മനസ്സിലായില്ല. സത്യഭാമ എന്തോ അവിടെ പോയി കാണിച്ചു, എന്തോ സത്യഭാമയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ഭഗവാൻ അദ്ദേഹം എന്തോ പറയുകയും ചെയ്തു. എന്താണത്? എന്താ സത്യഭാമേ, എന്താ നീ അവിടെ പോയി കാട്ടിയേ? എന്തോ അദ്ദേഹത്തിനടുക്കെ പോയി കാട്ടിയാലോ? ഒന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ കാണിക്കണം. എന്താന്ന്? ഒന്നുമില്ല. എന്താന്ന് പറയേ? എനിക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഏതോ അത്. രുക്മിണിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം ഒന്നും കൂടി കാണിച്ചാൽ മനസ്സിലാവോ? എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. വേഗം രുക്മിണി ഇങ്ങോട്ട് വന്നു ഭഗവാന്റെ അടുത്തേക്ക്. താനും സത്യഭാമയും ഒപ്പാന്നാണ് വെച്ചേക്കണത്, ഒരുപോലെയാന്നാണ് വെച്ചേക്കണത്. സത്യഭാമയോട് മാത്രം ചിലവ് പറയുക, തന്നോട് അറിയിക്കാണ്ടിരിക്കുക. രുക്മിണി അവിടെ വന്നിട്ട് ചോദിച്ചു. എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചില്ല. വന്നപ്പോൾ എന്താണ് അവളോട് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിക്കണത്. പറയാണ്ട് അറിയണ്ട. അപ്പോൾ ഭഗവാൻ ആദ്യം ഗ്രഹപ്പോഴേ എന്താ ഇത് പറയാൻ പറ്റുമോ? പറയാനും പറ്റില്ല. ഇപ്പം എന്ത് വേണം? പറയിക്കട്ടെ. ഇപ്പോൾ ഈ സന്യാസിയുടെ നേരം നോക്കി ഇങ്ങനെ ഈ ആദ്യം അങ്ങനെയല്ല. സത്യഭാമയായിരുന്നപ്പോൾ ആ സന്യാസിയല്ലേ ഈ സന്യാസി എന്നാണ് അല്ലേ? ഇപ്പം എന്താ ഉണ്ടായേ? ഇവിടെ വന്നപ്പോൾ രുക്മിണി ചോദിച്ചപ്പോൾ ഭഗവാൻ അതിൻ്റെ വിപരീതമായിട്ടാണ്. എന്താ അത് തന്നെയാണ് ഇത്. ഒന്ന് രണ്ടോ തവണ കാണിച്ചിട്ട് മനസ്സിലായില്ല. രുക്മിണിക്ക് എന്താ പറയുന്നത്? മറ്റേ അറിയാം, എന്താ ഭാമയ്ക്ക് അറിയാം ഇങ്ങനെ അർജുനൻ സന്യാസി ആയിട്ടുണ്ട് നിശ്ചയുണ്ട്. വേഗം മനസ്സിലായി. ഇങ്ങനെയുള്ള ഗോഷ്ഠി കാണിക്കണേനൊക്കെ എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയുണ്ടെങ്കിലാണ് മനസ്സിലാക്കാൻ എളുപ്പം. അതല്ലാതെ കണ്ട് അതിൻ്റെ മുമ്പിൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഇവിടെ രുക്മിണിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം അവിടെ പോയി ചോദിച്ചോളാം, സത്യഭാമോട് ചോദിച്ചോളാം. ഇന്നല്ല പറഞ്ഞത്. വേഗം ഭാമാവിദർഭസുതയോ വിദിതം. രുക്മിണി ഇങ്ങോട്ട് വന്നു, ഭാമയുടെ അടുക്ക് വന്നു. മറ്റുള്ള പത്നിമാരെ കേൾക്കുകയ്യ, അവരാരും അറിയരുത്. കഷ്ടിച്ചെന്തോ മനസ്സിലായി. രുക്മിണിയും ബുദ്ധിയുള്ളതാണല്ലോ. ഓഹോ, അതാണല്ലേ
ഇപ്പഴാ മനസ്സിലായത്. ഇത്രയും ബഹുമാനായിട്ട് കൊണ്ടുപോകണോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തോ ആണെന്നുള്ളത്. രുക്മിണിക്കും ഏതാണ്ടൊന്ന് മനസ്സിലായി. സത്യഭാമയ്ക്ക് മനസ്സിലായിടത്തോളം മനസ്സിലായി വിചാരിക്കണ്ട, എങ്കിലും എന്തോ മനസ്സിലായി. സാധാരണ സന്യാസിയല്ല, ഇതെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് രുക്മിണിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ ഭാമാവിദർഭതുതയോ വിദിതം നിനായാഹ. അങ്ങനെ ഭാമയ്ക്കും രുക്മിണിക്കും മാത്രം മനസ്സിലായി ഇതാരാണ് ഈ വരണത്. ഇത് അർജുനനാണ്, സന്യാസവേഷം അവലംബിച്ചിട്ടുള്ള അർജുനനാണെന്ന് ഏതാണ്ട് രുക്മിണിക്കും മനസ്സിലായി, സത്യഭാമയ്ക്കും മനസ്സിലായി. ഇങ്ങനെ ആ അർജുനനെ കന്യാപുരത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ ഭഗവാന് സമാധാനമായി. ഓ, കന്യാപുരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ അതുവരെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടത് നിശ്ചയില്ല. ഓരോരുത്തരുടെ പ്രതിബന്ധമാണ് അല്ലേ. കൊണ്ടുവന്നതിന് ശേഷം കന്യാപുരന്തമുപനീയ പുനഃസുഭദ്രാം മന്ദം ജഗാദ ഹരിനോ വചനം മുകുന്ദ വരോത്രയമിനം മഹനീയ കീർത്തി തൽപ്രീണനം ഗുരു കുലസ്യ തവാ വിഭൂത്യൈ കന്യാപുരം ഉപനീയ. അദ്ദേഹത്തിനെ കന്യാപുരത്തിങ്കലേക്ക് ഉപനയിച്ചു. അർജുനനെ സന്യാസവേഷധാരിയായിട്ട് അദ്ദേഹത്തിനെ കന്യാപുരത്തെങ്കിൽ കൊണ്ടുവന്ന് അർജുനനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ കന്യാപുരത്തെങ്കിൽ ഉദ്യാനത്തെങ്കിൽ കൊണ്ടുവന്ന് അവിടെയുള്ള ലതാഗ്രഹം, ആ ലതാഗ്രഹത്തെങ്കിൽ അവിടെ ഇരുത്തിയതിനു ശേഷം പുനഃ സുഭദ്രാം ജഗാദ. പിന്നെ സുഭദ്രയോട് ഗതിച്ചു. മറ്റുള്ളവർ കേൾക്കാണ്ട വേണം പറയാനേ, ഈ വൈഷമ്യൊന്നുമില്ല, അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തി വേഗം അവിടെ നിന്ന് പോന്ന സുഭദ്രാം ജഗാദ. സുഭദ്രയോട് പറഞ്ഞു. പിന്നെ സുഭദ്രയെ വിളിച്ചു. സുഭദ്ര അടുക്കളയ്ക്ക് വന്നു. ആ സുഭദ്രയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? വചനം ജഗാദ. വചനത്തെ പറഞ്ഞു, വാക്കിനെ പറഞ്ഞു. സുഭദ്രയോട് ഭഗവാൻ വാക്കിനെ പറഞ്ഞു. ഈ വാക്കിനെ പറഞ്ഞു, വാക്കിനല്ലേ പറയുക, അല്ലാണ്ട് വേറെ വല്ലതും പറയാറുണ്ടോ? പറയണൊക്കെ വാക്കാ. പിന്നെന്താ ആദ്യ വാക്കിനെ പറഞ്ഞു? അത് മാറ്റണ്ട്. എന്താ അത് എന്നാണെങ്കിൽ ഹരിന വചനം ജഗാദ. ഹരിയുടെ വാക്കിനെ സുഭദ്രയോട് പറഞ്ഞു. ബലരാമന്റെ വാക്കിനെയാണ് പറഞ്ഞത്, തൻ്റെ വാക്കല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, താൻ പറയണതായിട്ടല്ല. അവിടെ പറഞ്ഞു സുഭദ്രേ, നിന്നോട് ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. അത് ജ്യേഷ്ഠൻ, ബലരാമജ്യേഷ്ഠൻ പറഞ്ഞതാണ്, നിന്നോട് പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നു. ബലരാമൻ്റെ ജ്യേഷ്ഠൻ്റെ വാക്കാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് നിനക്ക് അങ്ങനെയുണ്ട്, ചെറിയ ജ്യേഷ്ഠനാണ്, സാരമില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഞാനല്ല നിന്നോട് നിർദ്ദേശിക്കണത്, ജ്യേഷ്ഠൻ തന്നെയാണ്. ആ ഗൗരവത്തോടു കൂടി വേണം കാര്യം ചെയ്യാനായിട്ട്. അതാണ് ബലിന വചനം ജഗാദ. അങ്ങനെയാണ് പറയണത്. എങ്ങനെയാ? മന്ദം ജഗാദ, മന്ദമായിട്ട് സാവധാനത്തിൽ പറഞ്ഞു. അല്ലാണ്ട് മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നല്ല. എന്താ അത് പതുക്കെ പറയണത്? എങ്ങനെയാ പതുക്കെ പറയുന്ന? ശബ്ദം ഇല്ലാണ്ട് പറയുക, അതാണ് പതുക്കെ. അങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. ഉറക്ക തന്നെ പറയണം. ആൾക്ക് കേൾക്കണമെങ്കിൽ ഉറക്ക പറയണം, വേണ്ടേ? ആ പറയണത് എങ്ങനെ വേണം? മന്ദം സാവധാനത്തിൽ പറയണം. എന്താ കാരണം? മനസ്സിലാവണമെങ്കിൽ, കേൾക്കണവർക്ക് ശ്രദ്ധിച്ച് മനസ്സിലാകണം എന്ന് തന്നെയല്ല, കേൾക്കണ ആൾക്ക് ശ്രദ്ധിക്കണം എന്ന് തോന്നണമെങ്കിലും പതുക്കെ പറയണം. പറയാനുള്ളതല്ലേ വേഗം പറഞ്ഞാൽ അവസാനിപ്പിച്ചളയാം എന്ന് പറഞ്ഞാൽ, ഒരു വല്ലാണ്ട് വേഗം പറയണല്ലോ, എന്നാ പറഞ്ഞോട്ടെ.
എന്ന് തോന്നി അത് ശ്രദ്ധിക്കേണ്ടാവില്ല, മനസ്സിലാക്കലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പാകത്തിന് കേൾക്കുന്ന ആൾക്ക് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ എങ്ങനെ എത്രത്തോളം സാവധാനത്തിൽ പറയണോ അതേപോലെ മന്ദഞ്ജഗാദ ഹരിനഹ്വചനം. ബലരാമന്റെ വാക്ക് സുഭദ്രയോട് സാവധാനത്തിൽ എന്താണ് പറഞ്ഞത് എന്നാണ്. സുഭദ്രേ എന്താണെന്നാണ് പ്രാപ്തോ ഇവിടെ ഒരു പ്രാപ്തനായിരിക്കണു. ആരാണ് എന്നാണ്. അതിയോഗ്യനായിട്ടുള്ള ആളാണ് വന്നേക്കണത്. ഇതാണ് ആരാണ് എന്നാണെങ്കിൽ യമിനാം മഹനീയ കീർത്തി വരാഹ. യമിനാം വരാഹ, യമികൾ വെച്ച് വരനായിട്ടുള്ള ആളാണ്. യമികള് സന്യാസിമാര് അല്ലേ, അവർക്ക് പോലും ബഹുമാന്യനായിട്ടുള്ള ആളാണ്. മഹനീയ കീർത്തിയാണ് അദ്ദേഹം. ബഹുമാന്യനായിട്ടുള്ള ആള്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അത്രയും യോഗ്യനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരാള് പ്രാപ്തനായിരിക്കണു. എന്നാൽ ഈ പ്രാപ്തൻ എന്ന് പറയാൻ കാരണം എന്താണ്? യാദൃച്ഛികമായിട്ടാണ് വന്നത്. അല്ല അതേ കണ്ട് അദ്ദേഹത്തിൻ്റെ യോഗ്യത മനസ്സിലാക്കി എവിടെയെങ്കിലും പോയി ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരില്ല അല്ല ഉണ്ടായത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ വന്നു. അല്ലേ, ഇങ്ങനെയുള്ള യോഗ്യനായിട്ടൊരാളെ ഇങ്ങനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞത് വളരെ പ്രയാസമാണ്. അതാണ് പ്രാപ്തോ മഹനീയ കൃതിയായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഒരാള് അവിടെ വന്നേക്കണു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, തൽപ്രീണനം ഗുരു, അദ്ദേഹത്തിൻ്റെ പ്രീണനത്തെ ചെയ്യൂ. അദ്ദേഹത്തിനെ ഭംഗിയായിട്ട് പരിഹരിക്കുക. ചാതുർമാസ്യം വേണമെന്നാണ് വിചാരിച്ചേക്കണത് അല്ലേ. വളരെ ഭംഗിയായിട്ട് വളരെ ഭക്തിയോടുകൂടി അദ്ദേഹത്തിനെ പരിചരിക്കണം. എന്നാൽ ആ ചെയ്തെടുത്ത ഗുണം എന്താണെന്നല്ലേ ചെയ്യത് കൊണ്ട് പ്രയോജനം. തൽപ്രീണനം ഗുരു കുലസ്യ തവാഭിഭൂത്യൈ. കുലത്തിൻ്റെ ഈ വംശത്തിൻ്റെ, നമ്മുടെ വംശം യാദവ വംശം, ആ യാദവ വംശത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് അല്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ യോഗ്യനായിട്ടുള്ള ഒരാളെ പൂജിച്ചു കഴിഞ്ഞാൽ ഈ വംശത്തിന് തന്നെ അഭിവൃദ്ധി ഉണ്ടാവും. തവ അഭിഭൂതിക്കായിക്കൊണ്ട്. ഇന്ന് മാത്രമല്ല ഇങ്ങനെ കുലസ്യാഹ തവാഹ അഭി, നിനക്കും ശ്രേയസ്സുണ്ടാവും, പൂജിക്കുന്ന ആൾക്കും ശ്രേയസ്സുണ്ടാവും, ഈ വംശത്തിനും ശ്രേയസ്സുണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വളരെ ഭംഗിയായിട്ട് ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ പരിചരിക്കണം എന്ന് ജ്യേഷ്ഠൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതനുസരിച്ചാണ് പറയണത്. അദ്ദേഹത്തിന് ഭംഗിയായിട്ട് എന്നാൽ ഭഗവാൻ പറഞ്ഞതിൽ കുറച്ചുകൂടി പരമാർത്ഥം എന്താ എന്നാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അതിയോഗ്യനായിട്ടുള്ള ഒരാളാണ് അല്ലേ അദ്ദേഹം. യമിനാം സന്യാസിമാർ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. മഹനീയ കീർത്തി യോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ പരിചരിക്കല് എല്ലാ തരത്തിലും ശ്രേയസ്സുണ്ടാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഭഗവാൻ പറയുമ്പോൾ ഇതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്താ വന്നതാരാ? വരാപ്രാപ്ത, നിന്റെ വരനാണ്. എന്നുവെച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നീ ആരെയാണോ ആഗ്രഹിക്കണത്, ആ മനസ്സിൽ വിചാരിക്കണത്, ആ ആളാണ് വന്നേക്കണത്. വരൻ എന്ന് പറയുന്നതുകൊണ്ട് അവനവന് വളരെ വളരെ പ്രതിപത്തിയുള്ളതായിട്ടുള്ള ആളാണ്. ഇത് എങ്ങനെയുള്ള ആള്? യമിനാം മഹനീയ കീർത്തി, മഹനീയ കീർത്തിയാണ് അദ്ദേഹത്തിൻ്റെ കീർത്തി. യശസ്സില്ലേ മഹനീയമാണ്, പൂജിക്കാൻ യോഗ്യമായിട്ടുള്ളതാണ്. അത്ര യോഗ്യമായിട്ടുള്ള കീർത്തിയാണ് അദ്ദേഹത്തിനുള്ളത്. സകലരും പൂജിക്കണു, ഇന്നയാളാന്നില്ല. യമിനാം മഹർഷി സന്യാസിമാരായുള്ള ആളുകൾ പോലും ഇദ്ദേഹത്തിനെ ബഹുമാനിക്കണു. അങ്ങനെ പരമയോഗ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പൂജിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നല്ലേ?
കുരുകുലത്തിൻ്റെയും നിന്റെയും അഭിഭൂതിക്കായിക്കൊണ്ട് കുരുകുലം കുരുവംശം അല്ലേ, ആ വംശത്തിങ്കിൽ തന്നെ ശ്രേയസ്സുണ്ടാവും, നിനക്കും ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞതെന്താ എന്നാണെങ്കിൽ യമിനാം വരാഹ സന്യാസിമാസി ശ്രേഷ്ഠനാണ്, പരമഭോഗ്യനായിട്ടുള്ള ആളാണ്. പക്ഷേ ഭഗവാൻ ഇത് പറഞ്ഞ ഇതും കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്, ഉള്ളിൽ ഇത് കണക്കാക്കിക്കൊണ്ടാണ്. ഇങ്ങനെ സുഭദ്രയെ പറഞ്ഞു ഏൽപ്പിച്ചു ഞാൻ. ഭഗവാൻ പറയണത് ശിരസ് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് കുരിയൂ. ഇങ്ങനെ ഭഗവാൻ അർജുനനെ ആ കന്യാഗ്രഹത്തിൽ കൊണ്ട് നിർത്തി സുഭദ്രയെ പരിചരിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. ഇഥം നിയുജ്യ ലതികാഭവനേ തസ്യാധിവാസമുപകൽപ്യ ജഗാമദേവഃ നികേതജുഷി യോഗിനി തത്സഹായാഃ വിപ്രാശ്ചതേ മുമുദിരേ യദുരാജധാന്യം ഇങ്ങനെ നിയോഗിച്ചു, നിശ്ചയിച്ചു. എങ്ങനെ? ലതികാഭവനെ തസ്യാധിവാസം, അദ്ദേഹത്തിൻ്റെ അധിവാസം ലതികാഭവനത്തിങ്കൽ എന്ന് പറഞ്ഞാൽ കന്യാഗ്രഹത്തിങ്കലുള്ള ഉദ്യാനത്തിങ്കൽ ഒരു ലതാഗ്രഹത്തില് അവിടെ നിശ്ചയിച്ചു. എന്നിട്ടോ പറഞ്ഞേൽപ്പിച്ചു ലതികാഭവനെ തസ്യാധിവാസം ഉപകൽപ്യ വേണ്ടതുപോലൊക്കെ നിശ്ചയിച്ചു. ഇങ്ങനെ സുഭദ്രയെ പറഞ്ഞയച്ചു. ശേഷം അർജുനനോടും ഇവിടെ ഇരുന്നൂറ് സുഖമായിട്ട് വിഷമൊന്നും വരില്ല എന്ന് പറഞ്ഞ് അർജുനനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി സുഭദ്രയെയും പറഞ്ഞ് ഏൽപ്പിച്ചു. അതിൻ്റെ ശേഷം ഭഗവാൻ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജഗാമദേവ ഭഗവാൻ ആ കന്യാഗ്രഹത്തിൽ നിന്ന് തൻ്റെ ഭവനത്തിങ്കലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്തെങ്കിൽ കന്യാനികേതജുഷി യോഗിനി യോഗിയായിട്ടുള്ള അദ്ദേഹം കന്യാനികേതജുട്ടായിട്ട് തോന്നും. കന്യാഭവനത്തിങ്കൽ സന്തോഷമായിരുന്നു അവിടെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സന്യാസിക്കും സന്തോഷമായി. എന്താ ഇവിടെ വന്നിരിക്കാറായല്ലോ, ഇനി ഭയപ്പെടാനില്ല. എന്താ ഇതുവരെ അവിടെ ഇരിക്കുമ്പോൾ പരിഭ്രമമുണ്ട്. എവിടെ ഇരിക്കണത്? കൈവതപർവ്വതത്തിലാണ് അവിടെ ഇരുത്തിയിരുന്നത് അല്ലേ? കന്യാസവേഷമായിട്ടാണ് ഇരിക്കണേ. ആരെങ്കിലും കണ്ട് പരമാർത്ഥങ്ങാനും മനസ്സിലാക്കിയെടുത്ത കഥ എന്താ? സന്യാസി അല്ലത് കള്ളസന്യാസാനാന്ന് അറിഞ്ഞു കഴിഞ്ഞാലത്തെ കഥയില്ലേ? ആ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു അല്ലേ? ഇനി ആ പരിഭ്രമിക്കേണ്ടതില്ല. എന്താ കാരണം? ഇവിടേക്ക് ഞാൻ അധികം ആരും വരില്ല. യാദവന്മാരൊന്നും അങ്ങനെ കന്യാഗ്രഹത്തിലേക്ക് അധികം വരില്ല. ഈ ഭഗവാൻ അറിയാണ്ട് ആരും വരില്ല. അതുകൊണ്ട് സന്യാസിക്ക് തൽക്കാലം സമാധാനമായിരുന്നു. ഇങ്ങനെ ആ സന്യാസിയെ കന്യാഗ്രഹത്തിങ്കൽ വന്ന് ആ സമയത്തിങ്കൽ തത്സഹായികളായിട്ടുള്ള വിപ്രന്മാർ, അർജുനന്റെ സഹായികളായിട്ടുള്ള ബ്രാഹ്മണർ എന്നുവെച്ചാൽ കൂടെ പുറപ്പെട്ടതാണ്. ആദ്യം അദ്ദേഹം തീർത്ഥസ്ഥാനത്തിന് പുറപ്പെട്ടപ്പോൾ കുറേ ബ്രാഹ്മണർ പുറപ്പെടുകയുണ്ടായി, അനവധി ബ്രാഹ്മണർ. ആ പുറപ്പെട്ട ബ്രാഹ്മണർ പോണ വഴിക്ക് പല ദിക്കിലായിട്ട് പലരും മടങ്ങിപ്പോന്നു. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങൾ പോവുകയാണ്, ഇന്ന ആവശ്യമുണ്ട്, ഇന്ന കാര്യമാണ്, മടങ്ങി പോന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പല ദിക്കിലായിട്ട് മടങ്ങി പോന്നു. അങ്ങനെ അവസാനം ഒരു 5-6 പേര് മാത്രമേ അത്യന്തം ഇഷ്ടന്മാരാണ്. എങ്ങനെയായാലും അർജുനനെ പിരിഞ്ഞിരിച്ചു വയ്യ, അത്രയും പ്രതിപത്തിയുള്ളവരാണ്. മറ്റവരൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതായത് സന്ദർഭങ്ങളിലായപ്പോൾ അതാത് ആളുകൾ ഓരോരോ ദേശങ്ങളിൽ നിന്ന് മടങ്ങിപ്പോയി. അവസാനം ഉള്ളതായിട്ടുള്ള കുറച്ച് പേര് തത്സഹായികളായിട്ടുള്ള ആ വിപ്രന്മാരെ
അവർക്ക് ഇവിടെ വന്നപ്പോ എന്താ ഉണ്ടായി? അവര് മുമുദിരേ യദുരാജധാന്യം, യദുരാജധാനിയില് വന്നപ്പോ അവർക്ക് സന്തോഷം. ഇവിടെ വന്നപ്പോ ഇതുവരെയൊക്കെ തീർത്ഥസ്ഥാനമായിട്ട് നടക്കുക, തുടങ്ങിയിട്ട് കുറക്കാലമായി. ഒരു സംവത്സര കാല തീർത്ഥസ്ഥാനമുണ്ട്, ഒരു അനവധി ഉണ്ടായിരിക്കുന്നത്. പുറപ്പെട്ടപ്പോൾ അർജുനൻ്റെ കൂടെ ബഹു സുഖമായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടതാ, വലിയ ഇഷ്ടനായിട്ടുള്ള ആളാണോന്ന്. പക്ഷേ ഈ ഓരോ തീർത്ഥങ്ങളിൽ മുങ്ങി 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 നടക്കലാണ് ഉണ്ടായിരിക്കുന്നത്. കുറച്ചൊക്കെ മുങ്ങുമ്പോൾ സുഖമുണ്ട്, പിന്നെ വലിയ സുഖമുള്ളതൊന്നും അല്ല ഈ മുങ്ങലേ. അപ്പം എന്നാ അത് അങ്ങനെ വന്നപ്പോഴാണ് പലരും മടങ്ങി പോകുന്നത്. ഇവർക്ക് അർജുനനോടുള്ള പ്രതിപത്തി കൊണ്ട് പോരാൻ തോന്നുന്നില്ല. എന്നാൽ ഈ മുങ്ങ മാത്രമല്ല, ചില ചെല്ലുമ്പോൾ ആഹാരമൊന്നുമില്ല, കിട്ടിയത് കഴിക്കാമെന്നാണ്. ചിലക്ക് നല്ലോണം ആഹാരം കിട്ടും, ചിലക്കിലോ ഒന്നുമില്ല. ചിലക്കിലോ വല്ല കായ കിഴങ്ങോട്ടോ കിട്ടും, അത് ഭക്ഷിക്കാം, എന്തെങ്കിലും കിട്ടും. ഇന്ന് തന്നെയല്ല, വഴി ഇങ്ങനെ നടക്കുകയും വേണം, കുറെ നടക്കണം. നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തീർത്ഥം കണ്ടാൽ അവിടെ മുങ്ങുക, കഴിഞ്ഞാൽ അവിടെ വിശ്രമിക്കുക, വല്ലത് കിട്ടിയ ആഹാരം കഴിക്കുക, കിട്ടിയത് എവിടെ അവിടേക്ക് അവിടെ കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇന്ന ദിക്കിലൊന്നുമില്ല. ഈ കിടക്കുന്ന സ്ഥലമൊക്കെ മഹാപരിങ്ങലാവും ചിലക്കല്, നല്ല സാമാന്യം പോലുള്ള ദിക്കിലൊന്നും ആവില്ല. ഇങ്ങനെയാണ് കഴിഞ്ഞ് പോയേക്കുന്നത്. അതിൽ അപൂർവം ചില ദിക്കില് കുറച്ച് സുഖമായിട്ടുണ്ടായി. ആ പണ്ഡിരാജ്യത്തൊക്കെ വന്നപ്പോൾ കണ്ടിച്ച് വലിയ വൈഷമ്യം ഉണ്ടായില്ല. മറ്റുള്ള ദിക്കിലൊക്കെ ക്ലേശം തന്നെയാണ്. അങ്ങനെയുള്ള വിപ്രാസ്ഥ ആ ബ്രാഹ്മണർ അവര് ഇവിടെ വന്നപ്പോ മുമുദിരേ അവർക്ക് സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ ഇവർക്കും ജയ പോലുള്ള ബഹുമാനം ഉണ്ടായി. സന്യാസിയുടെ കൂടെ വന്നിട്ടുള്ള ആളല്ലേ, ആ ബ്രാഹ്മണരല്ലേ അല്ലേ, അവരെ ഭംഗിയായിട്ട് ബഹുമാനിച്ചു. എന്താ ഈ ബഹുമാനം എന്താ? അവർക്ക് സുഖമായിട്ട് അധിവസിക്കാനുള്ള സ്ഥലം, കിടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല ഭംഗിയായുള്ള സ്ഥലം, സുഖമായിട്ടുള്ള ഭക്ഷണം രാജധാനിയിൽ. അല്ലേ, ഇത്രയൊക്കെ വന്നാൽ സന്തോഷമാവാണ്ടിരിക്കുമോ? കുറച്ചു കാലമായിട്ട് ഇതൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഭക്ഷണവും ഇല്ല, കിടക്കാനുള്ള സ്ഥലവും ഇല്ല, മറ്റൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ നഷ്ടമാണ്. ഇവിടെ വന്ന സുഖ, തിരക്കേടൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ കൂടാം എന്നാണ് തോന്നിയത്. അതാണ് വിപ്രാശ്ചതേ മുമുദുരേ യദുരാജധാന്യം. ആ ബ്രാഹ്മണർക്ക് വളരെ സന്തോഷമായി സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ ഇന്ന് തന്നെയല്ല, ഭക്ഷണം കഴിഞ്ഞാൽ അവിടെ പലതും വിനോദങ്ങൾ പലതും കാണാം, അവിടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കും. ഇന്നയാളുടെ കൂടെ വന്നതല്ലേ, ഇന്നയാളുടെ ശിഷ്യന്മാരല്ലേ, ഇന്നയാളുടെ അല്ലേ സഹായികളല്ലേ എന്നുള്ള ബഹുമാനം സന്യാസിയെ എല്ലാവരും കാണാൻ പറ്റില്ല അല്ലേ, സന്യാസിയുടെ കൂടെ ഉള്ളവരെ. അതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കണു. സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവിടെ വിശ്രമിക്കാം എന്ന് വന്നപ്പോൾ ആ ബ്രാഹ്മണരൊക്കെ സന്തോഷമായിട്ട് അവിടെ കുത്തിരിക്കുന്നു. അർജുനൻ കന്യാഗ്രഹത്തിൽ സുഭദ്രയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ വളരെ ഭക്തിയോടുകൂടി ശുശ്രൂഷിക്കണം, വേണ്ടതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഉത്സാഹത്തോടു കൂടിയിട്ട് സുഭദ്രയും ജ്യേഷ്ഠനാണല്ലോ പറഞ്ഞേക്കണത്, ചെറിയ ജ്യേഷ്ഠനാണ് തന്നോട് വന്ന് പറഞ്ഞത്. വലിയ ജ്യേഷ്ഠൻ്റെ കൽപ്പനയാണെങ്കിലും വേണ്ടില്ല, ജ്യേഷ്ഠൻ പറഞ്ഞ തിരിച്ച് അത് ഭംഗിയായിട്ട് നിർവഹിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സുഭദ്രയും അവിടെ ഇങ്ങനെ എത്തിക്കുന്നു. ഇങ്ങനെ ഭക്തവത്സരനായിരിക്കുന്ന യാതു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനായുള്ള അർജുനനോ ബലരാമൻ്റെ നിശ്ചയമനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ കന്യാപുരത്തിങ്കൽ കൊണ്ടുവന്ന് സുഭദ്രയെ ശുശ്രൂഷിക്കാനായിക്കൊണ്ട് ഏൽപ്പിച്ച് അർജുനൻ കന്യാപുരത്തിങ്കൽ സുഖമാകം വണ്ണം അധിവസിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ